കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ മുൻപുള്ള വർഷങ്ങളിൽ മറ്റൊരു സ്പേസിൽ നമ്മൾ ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ ആ ഒത്തുകൂടലിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. പലരും രോഗികളാണ്, അവർക്കിവിടെ എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അവരുടെ പാപങ്ങൾ പുറത്തു കിട്ടാനും നമുക്കൊക്കെ ഇനിയും വരും വർഷങ്ങളിലൊക്കെ ഇതിൻ്റെ ഭാഗമാകാനുള്ള തൗഫീഖ് ലഭിക്കാനും ഉള്ള അവസരം സാധ്യമാക്കി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെ പ്രസക്തമായൊരു വിഷയമാണ് നമ്മുടെ മുന്നിൽ ചർച്ചയ്ക്കുള്ളത്. മതം ഒരു തടവറയാണ് എന്നത് കോടിക്കോടി ഡോളറുകൾ ചെലവഴിച്ച് ലോകത്ത് നടക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. ഇന്നലെ ഒരു പ്രദേശത്ത് നടന്ന ഖുർആൻ പഠന സംരംഭത്തിലേക്ക് മോനെ വിളിച്ച ഉമ്മയോട് മോൻ പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് എന്നെ ആവശ്യമില്ലാതെ ഇതിലേക്ക് വലിച്ചു കയറ്റുന്നത്? ചെറിയ കുട്ടിയാണ്, +1 പഠിക്കുന്ന മോനാണ്. നിങ്ങൾ എന്തിനാണ് എന്നെ ആവശ്യമില്ലാതെ ഇതിലേക്ക് വലിച്ചു കയറ്റുന്നത്? അപ്പോൾ സങ്കടവും ദേഷ്യവും വിഷമവും കരച്ചിലൊക്കെ ആയിട്ട് ആ ഉമ്മാൻ്റെ വാചകം എൻ്റെ ഫോണിൽ വാട്സാപ്പിൽ കിടക്കുന്നുണ്ട്. അവർ പറഞ്ഞത്, അപ്പോനിതിലില്ല, ഞാൻ വലിച്ചു കയറ്റിട്ട് വേണം. അപ്പോൾ അവന് ഇതിലില്ല, ഞാൻ അവനെ വലിച്ചു കയറ്റിട്ട് വേണം. പൊതുവെ പുതിയ തലമുറയിൽ പ്രത്യേകിച്ചും ഇത്തരമൊരു ചിന്ത, മതം എന്ന് പറഞ്ഞ ഒരുപാട് നിയന്ത്രണങ്ങളാണ്, മതം എന്ന് പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളാണ്, ഒന്നും ചെയ്യാൻ സമ്മതിക്കൂല എന്നുള്ളൊരു നിലവാരത്തിലേക്ക്, ചിന്തയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നത് മനസ്സിലാക്കി നമ്മൾ ഇടപെടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മതം ഒരു തടവറയല്ല, മറിച്ച് അതൊരു തണലാണെന്നുള്ളതാണ് വസ്തുതയെങ്കിലും പല കാരണങ്ങളാൽ മതം ഒരു തടവറയായി തോന്നാം. അവിടുന്നാണ് നമ്മൾ ഈ വിഷയത്തെ എടുക്കേണ്ടത്. ഒന്ന്, മതം കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുടെ അവധാനത കുറവ് കൊണ്ടും കൈകാര്യകർത്തൃത്വത്തിലെ കൃത്യത കുറവ് കൊണ്ടും അങ്ങനെ തോന്നാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മക്കളിങ്ങനെ വളർന്നു വരുമ്പോൾ വളരെ ചെറിയ കുട്ടികളാണ്. അപ്പം നമുക്ക് അവർ ദീനിയായിട്ട് വളരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ജനിച്ച ഉടനെ കുട്ടിക്ക് നമ്മൾ ബിരിയാണി കൊടുക്കൂല. ബിരിയാണിയാണ് ഏറ്റവും നല്ലത്. കോഴി പീസും ബിരിയാണിയൊക്കെ കൂടെ ഒരു കുട്ടിക്ക് നമ്മൾ വെച്ചുകൊടുക്കലില്ല. ആ കുട്ടിക്ക് അമ്മിഞ്ഞിയാണ് കൊടുക്കുക, പാലാണ് കൊടുക്കുക. പിന്നെ അടുത്തൊരു ഘട്ടം വരുമ്പോൾ നമ്മൾ നാട്ടിൻ പുറത്ത് കൊടുക്കുന്ന ഫുഡുകളൊക്കെ നമുക്കറിയാം. ബിരിയാണി കൊടുക്കുന്നത് ഒരു ഘട്ടം എത്തുമ്പോഴാണ്. ഞാൻ പറയുന്നത്, കുട്ടികൾക്കും പുതിയ തലമുറക്കും മതം തടവറയായി തോന്നുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഇത് മുഴുവൻ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുകയും എന്നെപ്പോലെ തന്നെ മക്കളാവുകയും വേണം എന്ന ചിന്തയോടുകൂടെ രക്ഷിതാക്കൾ നടത്തുന്ന ഇടപെടലിലെ പ്രശ്നങ്ങളാണ്. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് കഴിഞ്ഞ റമദാൻ മാസത്തിൽ കണ്ടൊരു കാഴ്ച ഞങ്ങളൊരു ചർച്ചയിൽ പറയുണ്ടായി. 2 മണിക്ക് ഖിയാമുൽ ലൈലാണ്. അപ്പോൾ ഖിയാമുൽ ലൈലിന് വേണ്ടി കുറേ ആളുകൾ വന്നിട്ടുണ്ട്. കുറേ ആളുകളൊന്ന് ഉറങ്ങിയതിൻ്റെ ശേഷം എണീറ്റ് ഒന്നു കൊടുക്കുകയാണ്. അപ്പോൾ ഈ വാപ്പ ഒന്നു കൊടുത്ത് വന്നപ്പോൾ മോന്, ചെറിയ കുട്ടി, 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയോ അല്ലെങ്കിൽ 6 വയസ്സായ കുട്ടിയോ, കറക്റ്റ് ഞാൻ ഓർക്കണില്ല, അവന് ഇങ്ങനെ ഉറങ്ങി തൂങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഈ ചുമരിലും ചാരിയിട്ട് ഇങ്ങനെ ഉറങ്ങി തൂങ്ങിയിരിക്കുക. അപ്പോൾ വാപ്പ ഒരു ചവിട്ടാണ്, പോയി ഒതെടുക്കുക, പോയി ഒതെടുക്കുന്ന പറഞ്ഞു. ആ കുട്ടി രാത്രി നിസ്കാരത്തിന് ഇശാഇന്റെ സമയത്ത് വരലും മോനോന് പറ്റിയ പോലെ നിസ്കരിച്ചിട്ട്, ഇപ്പാൻ്റെ കുട്ടി അവിടെ വിശ്രമിച്ചോട്ടോ, പറ്റുമെങ്കിൽ ഇപ്പാൻ്റെ കുട്ടി ഖുർആൻ എടുത്ത് ഓതിക്കോ എന്ന് പറയലുമാണ് അവന് തണല്. ഈ രാത്രി 2 മണിക്ക് അവന് എണീക്കാൻ താല്പര്യമില്ലാതെ അവനെ ചവിട്ടി എണീപ്പിച്ച് പിന്നെ സൊഫുക്ക് വലിച്ചെടുത്തിട്ട് പറഞ്ഞു. ഇവനോ തണുത്ത് വരച്ച് ഒന്നെടുത്ത് ഇങ്ങനെ വന്നപ്പോൾ സൊഫുക്ക് വലിച്ചെടുത്തിട്ട് പറഞ്ഞു. ഇതൊരു പ്രശ്നമാണ്.
ഇതിൻ്റെ ഏറിയ തോതും കുറഞ്ഞ തോതും ഒക്കെ നമ്മളുടെ അടുത്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്താണ്? ഇപ്പം മുമ്പൊരിക്കൽ ഒരു ആളെൻ്റെ അടുത്ത് പറയണ്ടായി, മുമ്പ് നമ്മൾ വളരെ വലിയൊരു പണ്ഡിതൻ്റെ കുറേ ദർസുകളുണ്ട്, തുടർ ക്ലാസ്സുകൾ. അത് മോനെ കേൾപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് അത് പരാജയപ്പെട്ടതിൻ്റെ വിഷമാണ്. എന്നാൽ ഇസ്ലാമിലെ അടിസ്ഥാന കാര്യങ്ങളാണ്. വലിയ അവൻ അതൊന്നും ഒരു താല്പര്യമല്ല, ദർസുകളൊന്നും കേൾക്കൂല. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കുട്ടിക്ക് എത്ര വയസ്സെന്ന് ചോദിച്ചു. കുട്ടി 3ാം ക്ലാസ്സിലാണ്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് വലിയ ദർസ് കേൾപ്പിക്കാനാണ് മൂപ്പര് നോക്കണത്. അപ്പം നമ്മളെ കുട്ടികളുടെ എല്ലാ ഞായറാഴ്ചയും ഇറങ്ങിയിരുന്ന എൻ്റെ പേര് എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല, ഈ സാധനം ഇറങ്ങിയ സമയമാണ്. അപ്പോൾ ഞാനതൊരു 6 എണ്ണം അയച്ചു കൊടുത്തിട്ട് ഇതോ കേൾക്കുന്നുണ്ടോ നോക്കിയായിരുന്നു. ഇതോ കേൾക്കുന്നുണ്ട് പറഞ്ഞു, ഇതോ കേൾക്കുന്നുണ്ട് പറഞ്ഞു. അപ്പം ഈ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ പുതിയ ജനറേഷൻ ഇതൊരു തടവറയായി തോന്നാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആദ്യം ഇത് തടവറയായി തോന്നുന്നത് അഡ്രസ്സ് ചെയ്തിട്ട് തടവറയല്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സംഭവം കേൾക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടുന്ന് തുടങ്ങുന്നത്. ഇനി രണ്ടാമത്തെ ഒരു തലം എന്ന് പറയുന്നത്, മതം നിർദ്ദേശിച്ച കാര്യങ്ങൾ നമ്മുടെ ഇച്ഛകൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ ഒരു തരം പ്രഷർ സൃഷ്ടിക്കുമ്പോൾ വിഷയം ഉണ്ടാകും. ഉദാഹരണം, ഉമ്മാനെയും വാപ്പാനെയും അനുസരിക്കുക എന്നുള്ളത് മതമാണ്. ഉമ്മാനെയും വാപ്പാനെയും അനുസരിക്കുക എന്നുള്ളത് മതമാണ്. അത് മതം സമൂഹത്തിനും ലോകത്തിനും കൊടുക്കുന്ന ഏറ്റവും വലിയ തണലുകളിൽ ഒന്നുമാണ്. ഞാൻ അതിലേക്ക് വരും. എന്നാൽ ഇവന് 2 പെണ്ണ് പോയി കണ്ടു, അതെന്നെ തെറ്റാണ്. ഒന്ന് തീരുമാനമാക്കിൻ്റെ ശേഷം അടുത്തേക്ക് പോകാൻ പാടുള്ളൂ, അല്ലേ? ഒന്ന് തീരുമാനമാക്കിൻ്റെ ശേഷം അടുത്തേക്ക് പോകാൻ പാടുള്ളൂ. 2ഉം കണ്ട് കഴിഞ്ഞതിന് ശേഷം വാപ്പയും ഉമ്മയും ഉറച്ച് പ്രഖ്യാപിക്കുകയാണ്, എന്ത്, ഇന്ന ആളെയാണ് ഇത് കെട്ടേണ്ടത്. പോകാൻ പറയാം, എനിക്ക് അതല്ലമ്മ, എനിക്ക് എന്നോടത്തെ കുട്ടീനെയാണ് എനിക്ക് പറ്റിയത്. അപ്പം ഉമ്മയാണ് കരച്ചിലോട് കരച്ചിൽ, ഭയങ്കര കരച്ചിൽ. ഞാൻ എന്നെ നോക്കി വളർത്തിയില്ലേ, ഞാൻ എന്നെ അങ്ങനെ ആക്കിയില്ലേ, എനിക്കറിയോ, എനിക്ക് 3ാം വയസ്സിലുണ്ടായ സംഭവം എനിക്കറിയോ, 4ാം വയസ്സിലുണ്ടായ സംഭവം അറിയോ, വാപ്പ അവിടെ ഗൾഫിൽ കിടന്ന് ആകെ ഇടങ്ങാറാകല്ലേ. ഇതിപ്പോ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഞാൻ മാനേജ് ചെയ്യുന്ന ഒരു കേസാണ് നിങ്ങളോട് പറയുന്നത്. ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ കുടുംബക്കാരൊക്കെ ഇവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇത് വളരെ ഓപ്പണായി പറയണത്. മനസ്സിലായില്ലേ? അവസാനം ഇക്കാകൺ പിടിച്ച് മുടിക്കൺ പിടിച്ചിട്ട് ഇങ്ങനെ ഞാൻ പറയണത് കെട്ടിയേ മതി പറഞ്ഞല്ലോ അവനോട്. ഇതിപ്പോ ഏതാ കാലം? അപ്പൊ സ്വാഭാവികമായിട്ടും മതത്തെ ശരിക്കറിയണ കുട്ടി അതൊന്നും മതമില്ലാന്ന്, അതൊന്നും മതമല്ല എന്ന് അവന് തോന്നുന്നതുകൊണ്ട് വലിയ പ്രശ്നമല്ല, ഇല്ലെങ്കിൽ വിഷയമാണ്. മതത്തിന്റെ ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് നമ്മളെ ശക്തമായ സംഗതികൾ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ. മൂന്നാമതും മതം എവിടെയാണ് തടസ്സമാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, മതം ഒരിക്കലും പഠിപ്പിക്കാത്ത കാര്യം മതത്തിന്റെ പേരിൽ വലിച്ചു കയറ്റി കൊണ്ടുവരുമ്പോൾ പ്രശ്നമാവും, അല്ലേ? ഇപ്പൊ നമ്മളെ നാട്ടിലൊന്നും ഉണ്ടാവില്ല, ഞങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടാവും. ഒരാൾ മരിച്ചാൽ 70,000 ദിക്റ് ചൊല്ലും. ശരിക്ക് മനസ്സറിഞ്ഞൊരു 100 ദിക്റ് ചൊല്ലാൻ തന്നെ സുബൈക്ക് പറ്റാത്തോണ്ട് അദ്കാർ സുബാഹിൽ 100 എന്നുള്ളതാണ് തട്ടലാണ് ചില ആൾക്കാർ, അല്ലേ? 100 എന്നുള്ളതുകൊണ്ട് ഒഴിവാക്കിയിട്ട് ഒറ്റവട്ടം ചൊല്ലി പോകലാണ്. എന്നിട്ട് ഇരുന്നിട്ട് ചെല്ലാണ്. എങ്ങനെ ചെല്ലുക? മൊത്തമുള്ള സദസ്സിൽ നിന്ന് ഡിവൈഡ് ചെയ്യും. 70 ആളുണ്ടെങ്കിൽ അപ്പോൾ 1000 ഒരാൾ ചെല്ലണം, അല്ല 140 ആളുണ്ടെങ്കിൽ ഇത്ര ചെല്ലണം. ഇങ്ങനത്തെ കഷ്ടപ്പാട് ഒരിക്കലും മതം പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ മതം പഠിപ്പിക്കാത്ത ആ രീതിയിലുള്ള സാധനങ്ങൾ മതത്തിന്റെ ഉള്ളിൽ കയറ്റി കൊണ്ടുവന്നിട്ട് ഇടങ്ങേറുണ്ടാക്കുക, ഇതും ഈ ഗണത്തിൽപ്പെട്ടതാണ്. ഇനി മറ്റൊന്ന്, ഇതിലേറൊക്കെ ഏറ്റവും ശക്തമായി പുതിയ തലമുറയെ വളരെ സ്ട്രോങ് ആയി സ്വാധീനിക്കുന്നത്, എനിക്ക് ഏറ്റവും പ്രധാനം എൻ്റെ സ്വാതന്ത്ര്യമാണ്, മൈ ബോഡി മൈ ചോയ്സ്, എനിക്കെൻ്റെ ശരീരവും എൻ്റെ സ്വാതന്ത്ര്യവുമുണ്ട് എന്ന ക്യാമ്പയിൻ ലോകത്താകെ കൊടുങ്കാറ്റ് പോലെ വീശുന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കൊടുങ്കാറ്റായിട്ടുള്ളൂ, ഇനി അതിങ്ങനെ റിട്ടേൺ ബാക്കായി തുടങ്ങണ ഒരു സാഹചര്യത്തിലേക്കാണ് പോണത്. അപ്പോൾ നിയമങ്ങളൊന്നും ആവശ്യമില്ല, യാതൊരു തരം നിയമങ്ങളും ആവശ്യമില്ല, ആരും ആരോടും നോ പറയേണ്ടതില്ല. ഓരോ വ്യക്തിക്കും അവരുടെ സ്വാതന്ത്ര്യമുണ്ട്, ആ സ്വാതന്ത്ര്യം അനുസരിച്ച് പോയാൽ മതി എന്നതാണ്. അതിപ്പോൾ നമ്മളെ സ്കൂളിലും LKG-യിലും UKG-യിലും കോളേജിലൊക്കെ അത് വളരെ ശക്തമായി എത്തിയിട്ടുണ്ട്, വളരെ ശക്തമാണ്. അത് ടെക്സ്റ്റ് ബുക്കുകളിലുണ്ട്, അത് സ്കൂളിൻ്റെയും കോളേജിൻ്റെയും ചുമരുകളിലുണ്ട്. അവിടുത്തെ കുട്ടികൾക്ക് നിയന്ത്രണങ്ങളും മര്യാദകളും പഠിപ്പിക്കേണ്ട അധ്യാപകർക്കിടയിലുണ്ട്. എന്താണ് തത്വം? ഓരോരുത്തരും അവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് പോയാൽ മതി, ആരും ആരോടും നോ പറയേണ്ടതില്ല.
ആരെങ്കിലും നോ പറയുകയാണെങ്കിലോ, നോ പറയുന്ന ആള് അയാൾ ആരാണ്? നോ പറയുന്ന ആള് അയാൾ ഒരു തരം വെറുപ്പിക്കണേ അല്ലേ, ഒരു തരം കാക്ക, ഒരു തരം കാക്ക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക്. ഉപദേശങ്ങൾ വേണ്ട, ഉപദേശങ്ങൾ വേണ്ട. ഈ കുട്ടികൾ വഴിതെറ്റിപ്പോകുമ്പോൾ എങ്ങനെയാണ് അവരെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റുക? കൃത്യമായ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും അവർക്ക് കൊടുത്തിട്ടേ തിരിച്ചുകൊണ്ടുവരാൻ പറ്റുള്ളൂ. ആരെയും അങ്ങനെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോ ഉപദേശങ്ങൾ എന്ന വാതിൽ തന്നെ കൊട്ടിയടക്കാനാണ് കുട്ടീനെ ആദ്യം പഠിപ്പിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഒരു വട്ടം പറഞ്ഞ് 2 വട്ടം പറയുമ്പോൾ മോനാകെ ചൂട് കയറുകയാണ്, പിരാന്ത് കയറുകയാണ്. ഞാനിപ്പോൾ അത്യാവശ്യമൊക്കെ വളർന്നിട്ടുണ്ട്, നിങ്ങൾ എന്നെ എങ്ങനെ ഉപദേശിക്കേണ്ടതില്ല എന്ന് പറയാൻ ധൈര്യമുള്ള വീട്ടിൽ അത് പറയും. ധൈര്യമില്ലാത്ത വീട്ടിൽ മുഖഭാവം കൊണ്ടും നടത്തം കൊണ്ടും ശരീരത്തിന്റെ ആക്ഷൻ കൊണ്ടും അവരത് പ്രകടിപ്പിക്കും. നിങ്ങൾ അവരോട് മുടി വെട്ടാൻ പറയുമ്പോൾ, നിങ്ങൾ അവരോട് വസ്ത്രത്തിന്റെ കാര്യം പറയുമ്പോൾ, ചുണ്ടിൽ തേക്കുന്ന നിറങ്ങളെക്കുറിച്ച് മോളോട് പറയുമ്പോൾ, ഹിജാബിന്റെ കൃത്യതയെക്കുറിച്ച് പറയുമ്പോൾ ഒക്കെ ഫ്രണ്ട് സർക്കിൾ എന്നൊക്കെ കിട്ടുന്ന സാധനം എന്താ? നമ്മളിപ്പോൾ പൂർണ്ണരായ പൗരന്മാരായിട്ടുണ്ട്, നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യമുണ്ട്, ആരും നമ്മളെ നിയന്ത്രിക്കാൻ വരണ്ട എന്നുള്ളത് ലിബറലിസം എന്ന പേരിൽ ലോകത്തെ വലിയൊരു ക്യാമ്പയിനായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം കുട്ടീൻ്റെ മുടി വെട്ടിക്കാനാണ് നോക്കുക. ഓൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിന്റെ നേരെ ഉപദേശം കൊണ്ടുപോലും ചെല്ലാൻ പറ്റൂല. ഇത്തരം പ്രശ്നങ്ങളുടെ ഏറിയ തോതും കുറഞ്ഞ പങ്കും ഒക്കെയാണ് അവൻ്റെ മുടിയെ, അവൻ്റെ വേഷത്തെ, അവൻ്റെ ഭാഷയെ, അവൻ്റെ ജീവിത ശൈലിയെ ഒക്കെ സ്വാധീനിക്കുന്നത്. കുളിക്കാൻ മടി, അതുപോലെ തന്നെ അത് കാലും കൈയൊക്കെ ഒന്ന് നേരെ വരച്ചു തേച്ച് നടക്കാൻ മടി, അവൻ്റെ ഒരു പ്രത്യേകതരം ഫ്രണ്ട്സ്, ഒരു പ്രത്യേകതരം ചായ കുടിക്കാൻ പോകല്, ഇതൊക്കെ ഇതിൻ്റെ ഈ രോഗത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണ്. അയാൾ ജീവിക്കുന്ന കുടുംബാന്തരീക്ഷത്തിലെ പാരന്റിങ്ങിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഇതൊക്കെ മനസ്സിലാക്കി കുട്ടിയെ വഴി നടത്തുന്ന രക്ഷിതാക്കളുടെ നിലപാടുകൾക്കനുസരിച്ച് ഇതിലെ ദുരന്തങ്ങളും അല്ലാത്തതൊക്കെ ഒഴിവാക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് മോട്ടിവേഷൻ ടോക്കുകൾ എന്നുള്ള പേരിൽ ഭയങ്കര ഭീകരമായൊരു സാധനം ലോകത്ത് നടന്നുകൊടുക്കുന്നുണ്ട്. ഓരോരുത്തരും അവർക്ക് തോന്നിയതാണ് പറയാം, എന്നിട്ട് അത് ഭയങ്കര സംഭവമായിട്ട് കുട്ടികൾ എടുക്കുക അല്ലേ. ഒരു മോട്ടിവേഷൻ ടോക്കറുടെ ഒരു പ്രഭാഷകന്റെ പ്രസംഗത്തിലൊരു ഭാഗമാണ്, ഉപദേശം എന്ന് പറയുന്നത് വയറ്റുന്നു പോകുന്ന ഗ്യാസ് പോലെയാണ്. വിടുന്ന ആൾക്ക് ഭയങ്കര സുഖമായിരിക്കും, അനുഭവിക്കുന്ന ആൾക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. ഇപ്പൊ നമ്മളൊക്കെ തന്നെ ചിരിച്ചു, ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചു അല്ലേ. ഞമ്മക്കും അത് ഭയങ്കര ഒരു സാധനമായിട്ട് തോന്നും. ഇങ്ങനെ ഒരു സാധനം തലൻ്റെ ഉള്ളിൽ എത്തിയ ഒരു കുട്ടി പിന്നെ നമ്മൾ എന്ത് അവനോട് പറഞ്ഞാലും പ്രശ്നമായിരിക്കും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഖുറാനിലൊരു അടിസ്ഥാന സൂക്താണ്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. ഇത് ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ, കർമ്മശാസ്ത്രത്തിന്റെ, സാമൂഹിക ശാസ്ത്രത്തിന്റെ ഒക്കെ അടിത്തറയാണ്. ആരുടെ മുന്നിലും തെളിയിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മളിത് ശരിക്കും പഠിച്ചു വെക്കണം. ശരിക്കും പഠിച്ചു വെച്ചിട്ട് അത് ജീവിതമാക്കും വേണം, അത് പ്രായോഗികമായി കാണിച്ചു കൊടുക്കും വേണം. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ, അള്ളാഹുവിന് നിങ്ങളെ കൊണ്ട് യുസ്ർ മാത്രമേ ഉദ്ദേശമുള്ളൂ, എളുപ്പം മാത്രമേ റബ്ബ് ഉദ്ദേശിക്കണുള്ളൂ. വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, നിങ്ങളെ കൊണ്ടവൻ യാതൊരുവിധ പ്രയാസവും ഉദ്ദേശിക്കുന്നില്ല. ശരിക്കും ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഈ കാര്യം ഭയങ്കര ക്ലാരിറ്റിയോടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമസ്കാരം നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമസ്കാരം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പറഞ്ഞപ്പോ തന്നെ ആ നമസ്കാരത്തിന് എന്തെല്ലാം ഓപ്ഷനുകളാ കൊടുത്തത്. ഒരാൾക്ക് ഒന്ന് നിസ്കരിക്കണമെങ്കിൽ സ്പെസിഫിക് ആയി ഒരു സ്ഥലം വേണമെന്ന് തീരുമാനിച്ചില്ല. മറ്റു മതങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനാനുഷ്ഠാനങ്ങൾ നിർവഹിക്കണമെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടൊരു സ്ഥലം ഉണ്ടാവും, കൃത്യമായൊരു സ്ഥലം. അവിടെ എത്തിയാലേ അത് പറ്റുള്ളൂ. ഒരു വിശ്വാസി ട്രെയിനിലാണെങ്കിൽ ട്രെയിനിലുള്ള മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവർ നിസ്കരിക്കും. അവരോടൊരു ചെറിയ പെർമിഷൻ ചോദിച്ച് നിസ്കരിക്കും. പോണ ആ വഴിയിൽ ഇങ്ങനെ നിൽക്കുമോ, അടുത്ത സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങാനായിട്ടുണ്ട്, അവിടെ നിന്നിട്ട് ഭയങ്കര നിസ്കാരം. അത് ഉൾസറാണ്, അത് മനുഷ്യന്മാർക്ക് ഉൾസറുണ്ടാക്കലാണ് അല്ലേ. അപ്പോ ഇരുന്നിട്ടാണെങ്കിൽ ഇരുന്നിട്ട്, നിന്നിട്ടാണെങ്കിൽ നിന്നിട്ട്, കടന്നിട്ടാണെങ്കിൽ കടന്നിട്ട്, ഒളു ചെയ്യാൻ വെള്ളമല്ലെങ്കിൽ തയമം ചെയ്തിട്ട്, ഇനി ഒളു തന്നെ നല്ല തണുപ്പൊക്കെ ആണെങ്കിൽ എല്ലാം കൂടി 3 വട്ടം വേണ്ട, ഓരോ വട്ടം ചെയ്താൽ മതി. അങ്ങനെ ഇസ്ലാമിലെ ഏത് നോമ്പ് നിങ്ങൾ എടുത്തു നോക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ചേർന്ന യാത്രയിലുണ്ടായിരുന്ന ചില ആളുകൾ നോമ്പുകാരായിരുന്നു. അപ്പോൾ ഈ നോമ്പും മരുഭൂമിയിലെ കടുത്ത യാത്ര, AC ഒന്നുമില്ലല്ലോ, മരുഭൂമിയിലെ കടുത്ത യാത്രയും പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച് ഇങ്ങനെ പോകുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയണേ, ലൈസൽ ബിർ അസ്വയാമു ഫിസ് സഫർ,
യാത്രയിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് ഒരു കൂലിയിട്ടുള്ള കാര്യമല്ല. നിങ്ങളിവിടെ നോമ്പ് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയുടെ കാഠിന്യം അനുഭവിക്കുന്ന ആളുകളോട് ഇന്ന് നിങ്ങൾ നോമ്പ് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് കൂലി എന്ന് പഠിപ്പിക്കുകയാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നോമ്പിൽ യാത്ര ചെയ്തുകൊണ്ട്, നോമ്പിന്റെ സമയത്ത് യാത്ര ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസം അല്ലെങ്കിൽ നോമ്പ് നോൽക്കാം എന്നൊരു പെർമിഷനും വിശ്വാസികൾക്ക് കൊടുക്കുകയാണ്. ഇങ്ങനെ ഏത് വഴിയെടുത്താലും, എന്ത് മാർഗം എടുത്തു കഴിഞ്ഞാലും നമുക്കത് 100% ബോധ്യപ്പെടും. ഇനി ഒന്നുകൂടി പറയണം, ഹദീസിൽ കാണാം, അദ്ദീനു യുസ്റുൻ വലൻ യുശാദ്ദ അദ്ദീന അഹദുൻ ഇല്ലാ ഗലബഹു. മതം എളുപ്പമാണ്, അതിനെ ബലമായി പ്രയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരാള് അവന് ഉറപ്പായിട്ടും പരാജയം നേരിടും. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഇസ്ലാം പറഞ്ഞ നിയമങ്ങളെ ഒക്കെ അവിടെ ഉണ്ടായിരിക്കെ തന്നെ അവസ്ഥയും സാഹചര്യവും ഒന്നും നോക്കാതെ അതിലൂടെ കടന്നു കയറി ഇതിനെ കൊളാക്കണ കുറെ ടീമുണ്ട്. അമിതത്വങ്ങൾ പറഞ്ഞ് നമുക്ക് തോന്നുന്നത് മിതത്വം, നമുക്ക് തോന്നുന്നത് അമിതത്വം അല്ല. ഇസ്ലാമിന്റെ അസ്ലിൽ ഉള്ളത് അസ്ല് തന്നെയാണ്. എന്നാൽ അസ്ലിൽ ഉള്ളതിന്റെ അപ്പുറത്തേക്ക് കടന്ന് കാര്യങ്ങൾ ചെയ്യാനും നിർവഹിക്കാനും ഒക്കെ ശ്രമിക്കണ ഒരു ചുറ്റുപാട് ഉണ്ടാകുക എന്നുള്ളതാണ്. ഓരോ സാമൂഹിക സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലൊക്കെ സ്വീകരിക്കേണ്ട ചില കാര്യം ഉണ്ടാകും. ഇപ്പൊ സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളിൽ ഡെമോക്രസിയെ കുറിച്ചുള്ള ചില പ്രയോഗങ്ങളുണ്ട്. എന്താ ഡെമോക്രസി? ജനാധിപത്യം എന്ന് പറയുന്നത് ശിർക്കാണ് എന്ന് അവർ പറയുന്നുണ്ട്. അതായത് കൃത്യമായ ഇസ്ലാമിക ശരീഅത്ത് നിലനിൽക്കുന്ന നാട്ടിൽ മദ്യം ഹറാമാണ് എന്ന് പാർലമെന്റ് പാസാക്കി ഇസ്ലാമിക ശരീഅത്തിന്റെ വെളിച്ചത്തിൽ ആ നാട് ആചരിക്കുന്ന നാട്ടിൽ രണ്ടാമത് ഡെമോക്രസി വരിക. എന്നിട്ട് 100 ആള് മദ്യം ഹറാമാണെന്ന് കൈവക്കിയാൽ ഓക്കെ എന്ന് പറയാം, 99 ആള് അല്ല എന്നറിയുമ്പോൾ അല്ല എന്ന് പറയാം. ഇതാണല്ലോ ഡെമോക്രസിന്റെ ചുരുക്കം. ഈ ഫത്വകളെല്ലാം കൂടി എടുത്തിട്ട് നമ്മളെ നാടിന്റെ കോണ്ടെക്സ്റ്റിലേക്ക് നടപ്പിലാക്കിയിട്ട് ആകെ സ്വീപ്പാകണ ടൈപ്പ് കുറച്ച് കുട്ടികൾ പുതിയ കാലത്ത് വന്നിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിനെ കുറിച്ച് അവർക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. ആ അഭിപ്രായത്തിൽ നിന്ന് ഇപ്പോൾ വളരെ പിന്നോട്ട് വന്ന് ഇപ്പൊ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വലിയ ഫോട്ടോ അവരുടേതാണ്. അപ്പൊ ആ നിലക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കാര്യത്തെ കാണുന്നു, മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ചുരുക്കത്തിൽ ഏതെല്ലാം തലങ്ങളിലൂടെ മതം തടവറയായി ഫീൽ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അഡ്രസ് ചെയ്തു. എന്നാൽ മതം ഒരിക്കലും തടവറയല്ല എന്ന് മാത്രമല്ല, മതം ഒരു വ്യക്തിക്ക് പല നിലക്കുള്ള ആശ്വാസവും സമാധാനവുമാണ് യഥാർത്ഥത്തിൽ കൊടുക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുക. ഒന്നാമത്തെ കാര്യം, മതം ശരിക്കും തണലാകുന്നത് എവിടെ എന്ന ചോദ്യത്തിന് നമുക്ക് പറയാവുന്ന ഏറ്റവും ഒന്നാമത്തെ ഉത്തരം എന്താ അറിയോ? ഒരു സമൂഹത്തിൽ ഇസ്ലാം ഉണ്ടെങ്കിൽ, ഇസ്ലാമിക നിയമങ്ങൾ ഉണ്ടെങ്കിൽ ആ സമൂഹം വളരെ ശാന്തമായിരിക്കും. ഇസ്ലാമിക നിയമങ്ങളും തത്വങ്ങളും പാലിക്കുന്ന ഒരു ബെഡ്റൂം, ഒരു വീട്, ഒരു സമൂഹം അതത്ര അടിപൊളിയായിരിക്കും. നമ്മൾ ബെഡ്റൂം എന്ന് തുടങ്ങുകയാണെങ്കിൽ സ്വന്തം ഭാര്യയുമായുള്ള ശാരീരിക ബന്ധത്തിന്റെ നിയമങ്ങൾ ഇത്ര വൃത്തിയായി പഠിപ്പിച്ച ഒരു ലോക ഗുരുവിനെ ആർക്കാണ് കാണിക്കാൻ പറ്റുക? നീ കോഴി അതിന്റെ ഇണയുടെ അടുത്ത് പോയി ചെയ്യണത് പോലെ നിന്റെ ഇണയുടെ അടുത്ത് പോയി ചെയ്യരുത്. എന്തുമാത്രം പോന്ന ഗൈഡ് ലൈനാണത്. തൻ്റെ ഇണക്ക് പൂർണ്ണമായ ലൈംഗിക സംതൃപ്തി കിട്ടി എന്നവിടെ ഉറപ്പുവരുത്തണം. നീ നിന്റെ ഇണയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും മുമ്പ് ചുംബനത്തിന്റെ സന്ദേശങ്ങൾ അവൾക്ക് അയക്കണം, അല്ലേ? എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രിപ്പറേഷൻ ടൈം, ഒരു സ്ത്രീ ഇത്തരം ഒരു കാര്യത്തിന് തയ്യാറായി വരുന്ന ഒരു സമയക്രമം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുക്കുകയാണ്. ഇനി ആ പ്രണയത്തെ ഏറ്റവും മനോഹരമായി, അല്ലേ, തൻ്റെ 50 വയസ്സ് പിന്നിട്ടിന്റെ ശേഷം പ്രവാചകൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ കുടിച്ച വെള്ളം വാങ്ങി പ്രവാചകൻ അവിടെ തന്നെ ചുണ്ടുവെച്ച് കുടിക്കുന്നു. ഇസ്ലാമിനോളം പ്രണയം നിർദ്ദേശിച്ചൊരു മതമല്ല. പക്ഷെ ഇസ്ലാമിലെ പ്രണയം കല്യാണം കഴിഞ്ഞതിന്റെ ശേഷമാണെന്ന് മാത്രം, കല്യാണം കഴിഞ്ഞതിന്റെ മുമ്പല്ല. മനസ്സിലായില്ലേ? അത് വയസ്സൊന്നും അതിന് വിഷയമല്ല. പുതിയ കുട്ടികൾ, ഓലൊക്കെ ഇപ്പൊ പുതിയ കുട്ടികളല്ലേ, നമ്മളെ മാതിരി അല്ലല്ലോ എന്ന് പറയും. ഈ ഖുറാൻ ക്ലാസ്സിലും ഹദീസ് ക്ലാസ്സിലും അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് കേട്ടങ്ങനെ പോകലുള്ളൂ. കേട്ടങ്ങനെ പോകുക. എത്രങ്ങാനും ക്ലാസ് കേട്ടു. നമ്മളെ എടത്തനാട്ടുകര പ്രദേശത്തൊക്കെയുള്ള ആളുകൾ കേട്ട ക്ലാസിന്റെ എണ്ണവും നിരന്തരം കേൾക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ അവതാരകരും പ്രഭാഷകരൊക്കെയാണ് നമുക്ക് വരിക. നമ്മൾ ഇതിനെ കേട്ടുപോയിട്ട് എന്താ ഓരോ ദിവസവും എടുക്കല്? ഒന്നും എടുക്കല്ല. മതം ഭയങ്കര തടവറയാണെന്ന് ഒരാൾ പറയുമ്പോൾ തിരിച്ചു പറഞ്ഞു കൊടുക്കാൻ ഒന്നും നമ്മുടെ അടുത്തില്ല.
അല്ലേ? ഞാൻ പറയണത് ബെഡ്റൂം തൊട്ട് ഇസ്ലാം നൽകുന്ന സുരക്ഷിതത്വവും തണലുമാണ്. ഒരു മനുഷ്യന്റെ ഒരു ദാമ്പത്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് അവിടുത്തെ സെക്സാണ്. ആ സെക്സിൽ പ്രവാചകനോടും ഡയറക്ഷൻ പറഞ്ഞ ഒരാളുമില്ലാന്ന് ഞാൻ പറയുന്നത്. പ്രവാചകൻ പഠിപ്പിച്ച സെക്സുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വായിച്ചിട്ട് ഇതൊരു ഇൻഡിവിജ്വലിന്, നിരക്ഷരനായ ഒരു വ്യക്തിക്ക് പറയാൻ പറ്റുന്നതല്ല. താൻ ജനിക്കും മുമ്പ് സ്വന്തം പിതാവിനെയും 6-ാം വയസ്സിൽ തന്റെ മടിയിൽ കിടന്ന് വായിന്ന് നൊരയുമ്പോതെയും വന്ന് പ്രിയപ്പെട്ട ഉമ്മ മരിക്കുന്നതിനൊക്കെ സാക്ഷിയായി അനാഥത്വത്തിന്റെ നൊമ്പരങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു വ്യക്തി. അദ്ദേഹമാണെങ്കിലോ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി ഖുറൈശികളുടെ ആട്ടിൻ പറ്റങ്ങൾക്ക് പിന്നാലെ ആടിനെ നോക്കി നടക്കേണ്ടി വന്ന വ്യക്തി, സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്ത ഒരു വ്യക്തി, സ്വന്തം പേരെഴുതിയത് പോലും തിരിച്ചറിയാനാകാത്തൊരു വ്യക്തി. അദ്ദേഹത്തിലൂടെ ലോകം കേട്ട ഈ സന്ദേശം ഒരിക്കലും അദ്ദേഹത്തിൻ്റെതാകൂല. കാരണം ഒരു മനുഷ്യന്റെ സെക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഡയറക്ഷൻ ഒരിക്കലും അങ്ങനത്തെ ഒരാൾക്ക് പറയാൻ പറ്റൂല. അത് മനുഷ്യർക്കിടയിലെ ഈ ജൈവികമായ പ്രക്രിയ നിർവഹിക്കാനുള്ള ശേഷി കൊടുത്ത, പടച്ചോൻ തന്നെ കൊടുത്ത നിർദ്ദേശമായിരിക്കുന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരുടെ കൂടെ ഫ്രീ ടൈം ചെലവാക്കുന്നുണ്ടല്ലോ. ഐഷാ ബീവിയുടെ കൂടെ ഇരിക്കുന്ന സമയവും സൈനബ് റളിയല്ലാഹു അൻഹയുടെ കൂടെ ഇരിക്കുന്ന സമയമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞ് എഴുത്തിക്കാഫിൽ ഇരിക്കെ പ്രവാചകൻ എന്ത് ചെയ്യുന്നു? ഭാര്യയുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, ഓട്ട മത്സരം നടത്തുന്നുണ്ട്, അല്ലേ? എന്താ ചില സഹോദരിമാര് പറയും, എന്താ പറയാ, മൂപ്പർക്ക് ഈ കാര്യത്തിൽ മാത്രമേ മൂപ്പർ എൻ്റെ അടുത്തേക്ക് വരുള്ളൂ. ഭർത്താവിനാണെങ്കിൽ ഈ ഒരു കാര്യം കൊടുക്കൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഭർത്താവിന് ഈ ഒരു കാര്യം കൊടുക്കൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഇല്ലെങ്കിൽ രാത്രി മുഴുവൻ മലക്കുകൾ ശപിച്ചുകൊണ്ടിരിക്കും. ഇത് ഏത് നബി പറഞ്ഞറിയോ? ഇത് ഏത് നബി പറഞ്ഞാണ്? സെക്സിന്റെ നിയമങ്ങളൊക്കെ കൃത്യമായി പഠിപ്പിച്ച അതേ നബി തന്നെ പറഞ്ഞാണ്. അതിനു മുമ്പ് അവരുമായി ഫ്രീ ടൈം വേണം, അവരുമായി എൻഗേജ് ചെയ്യണം. ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണാധികാരി, അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളിലും മസ്ലഹത്ത് പറയേണ്ട വ്യക്തി, സർവ്വസൈന്യാധിപൻ, ആ നാടിന്റെ സുപ്രീം കോടതിയുടെ ജഡ്ജി, ആ നാട്ടിൽ ഓരോ വീട്ടിലെയും നൊമ്പരങ്ങൾ നേരിട്ട് പോയി അന്വേഷിക്കുന്ന അവരുടെ ആശ്വാസകൻ, ബഹുഭാര്യത്വ സംവിധാനം നിലനിൽക്കുന്ന കുടുംബങ്ങളിലെ ഭർത്താവ്, ആറ്റുനോറ്റ് കിട്ടിയ പേരക്കുട്ടികളുടെ ഹസൈന്റെയും ഹുസൈന്റെയും പിതാമഹൻ, ഇങ്ങനെ ഒരുപാട് റോള് വഹിക്കുമ്പോഴും ഓരോ ഭാര്യയ്ക്കും കൊടുക്കേണ്ട സ്പേസ് കൊടുത്തുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനോഹരമായി ആ മാർഗനിർദ്ദേശവും ആ ഗൈഡൻസും നമ്മളെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. മാത്രമല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ കരിഹ മിൻഹാ ഖുലുഖുൻ റളിയ മിൻഹാ ഉഖറ, നീ അവളിൽ ദോഷകരവും മോശകരവുമായ എന്തെങ്കിലും കാര്യം നിനക്ക് ഫീൽ ചെയ്താൽ, ഒരു സ്വഭാവം, ഭാര്യന്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഭർത്താവിന്റെ ഒരു സ്വഭാവം ഒരിക്കലും ഇഷ്ടമല്ല, അത് ഫീൽ ചെയ്താൽ നീ എന്ത് ചെയ്യണം? അവളുടെ ബാക്കി ഗുണങ്ങളൊക്കെ ആലോചിച്ചെടുക്കണം. ഇത്ര സുരക്ഷിതമായ ഒരു കുടുംബ സാഹചര്യം അല്ലെങ്കിൽ തണൽ ലോകത്തൊരുക്കിയ വേറെ ഏത് മതാണുള്ളത്? വേറെ ഏത് ലോകഗുരുവാണിത് പറഞ്ഞത്? നിനക്ക് അവളിൽ അത്ര തന്നെ തൃപ്തി തോന്നാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോൾ നീ അവളിൽ തൃപ്തി തോന്നുന്നത് ആലോചിച്ചാൽ മതി. നിനക്ക് 5-6 കുട്ടികളെ തന്നില്ലേ? 3 കിലോ ഉണ്ടായിരുന്നു മോന്. അവള് വയറ്റിലേറ്റി, ആ കുട്ടിനെയും വയറ്റിലേറ്റി. അവള് ഗർഭകാലം ഒറ്റക്ക് മുന്നോട്ട് പോയതാണ്. ഗർഭകാലം ഒറ്റക്ക് മുന്നോട്ട് പോയതാണ്. നിനക്ക് അവളുടെ വയറ്റത്തൊന്ന് തടവി കൊടുത്ത് ഒരാശ്വാസവാക്ക് പറയാൻ പോലും നീ ഉണ്ടായിരുന്നില്ല. നീ പ്രവാസിയായിരുന്നു, നീ തിരക്കിലായിരുന്നു, അല്ലെങ്കിൽ നിന്റെ 1ാമത്തെ കുഞ്ഞിന്റെ ഗർഭകാലത്ത് നിനക്ക് ബോധ്യക്കുറവുകൾ ഉണ്ടായിരുന്നു. 100,000 കാരണങ്ങൾ കൊണ്ട് ആ ബന്ധത്തെ ബോൾഡാക്കുന്ന, ആ ബന്ധത്തെ കൂടുതൽ കൂടെ നിർത്തുന്നതാണ് നമ്മൾ എന്ത് ചെയ്യണത്? കൃത്യമായി കാണുന്നത്. അപ്പോ ബെഡ്റൂം തൊട്ട് തുടങ്ങുന്ന സംഭവം കുടുംബ സംവിധാനത്തിലേക്ക് എത്തുമ്പോൾ ഒരു കുടുംബമായി നിൽക്കാൻ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ഡയറക്ഷനുകളാണ്, അല്ലേ? എന്തൊക്കെ ഡയറക്ഷനുകളാണ് ഇതിൽ? ഞാൻ ഒരു വാചകം ഞാൻ പറയാതെ പോയി. രാത്രി മുഴുവൻ നിന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് നീ ചെന്നിട്ടില്ലെങ്കിൽ ശപിക്കും എന്ന് പറഞ്ഞ ഹദീസ്, അതിന്റെ ഒരു ഭാഗം ഞാൻ പറഞ്ഞു. ഒരു ഭാഗം എന്താ? ആ കാര്യത്തിന് വേണ്ടി മാത്രം വരേണ്ട ആളല്ല ഭർത്താവ്. അവർക്കൊരു ഫ്രീ ടൈം കൊടുക്കുകയും കൂടെ നിൽക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ വേണം. എന്നാൽ അവിടെ പ്രവാചകൻ പറഞ്ഞ എന്താ അറിയോ? നീ റൊട്ടി ഉണ്ടാക്കുകയാണെങ്കിലും ചെല്ലണം എന്നാ. നീ റൊട്ടി, അത് ആണിന് വേണ്ടിയിട്ട്
ആണിന് വേണ്ടിയിട്ട് അള്ള ഉണ്ടാക്കിയ നിയമമല്ല, ഒരു കുടുംബ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. നീ റൊട്ടി ഉണ്ടാക്കുകയാണെങ്കിലും അത് അവിടെ ഇട്ടിട്ട് ഭർത്താവിൻ്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കണം എന്നാണ്. നീ സുന്നത്ത് നോമ്പെടുക്കുമ്പോൾ അയാളോട് പെർമിഷൻ ചോദിക്കണം എന്നാണ്. അതൊക്കെ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന വളരെ ശക്തമായ ഗൈഡ് ലൈനുകളാണ്. ഇനി നിങ്ങൾ നോക്ക്, ഒരു കുടുംബ സംവിധാനത്തേക്ക് വരുമ്പോൾ മക്കൾക്ക് വാപ്പാക്കും ഉമ്മാക്കും ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടായി തോന്നി തുടങ്ങിയ ചില വീടുകളൊക്കെ ഉണ്ടാകും അല്ലേ? എന്താ, വാപ്പ ചെറുപ്പകാലത്ത് ആശ്വാസവും തണലും സമാധാനവും ഒന്നും കൊടുത്തിട്ടില്ല വിചാരിക്കുക. രണ്ടാം കല്യാണവും ബഹളവും കച്ചറിയും അതേപോലെ തന്നെ ഉമ്മാനെ തല്ലലും ഒക്കെ കൂടെ ആയിട്ട് ഭയങ്കര സീനായിരുന്നു നിങ്ങൾ വിചാരിച്ചോളി കേട്ടോ. എന്നാൽ പോലും ആ പണി മുഴുവൻ ചെയ്ത വ്യക്തിക്ക് പോലും അയാൾ വയസ്സാകണ കാലത്ത് അയാളുടെ മക്കളിൽ നിന്ന് കിട്ടേണ്ട മതപരമായ അവകാശമാണ് അയാൾക്ക് കൊടുക്കേണ്ട സംരക്ഷണവും ഇഹ്സാനുമൊക്കെ മുസാഹബത്തുമൊക്കെ. അത്ര ബോൾഡായിട്ടാണ് ഇസ്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഓരോ തലെടുക്കുമ്പോഴും ഏത് മതത്തിലെ വേറെ എങ്ങനെയുള്ളത്? വാപ്പാനോട് ഉമ്മാനോടുള്ള സംസാരത്തിന്റെ ടോണ് ഇസ്ലാം സെറ്റ് ചെയ്തു. വാപ്പാനോട് ഉമ്മാനോടുള്ള സംസാരത്തിന്റെ ടോണിനെ ഇസ്ലാം സെറ്റ് ചെയ്തു. എന്താ? വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നീ അവരോട് ഉഫ്ഫിൻ എന്ന് പോലും പറയരുത്, ഛേ എന്ന് പോലും പറയരുത് എന്ന് ശക്തമായി ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അവരോട് നീ ഛേ എന്ന് പോലും പറയരുത്. ഛേ എന്ന് പോലും പറയാൻ പറ്റൂലെങ്കിൽ പിന്നെ വളരെ ക്ലിയർ അല്ലേ? പാപ്പയും ഇമ്മയും എന്തൊക്കെ പറഞ്ഞാലും അതിനെ മുമ്പിൽ ശാന്തമായി അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് അല്ലേ? ഒരു മഹാപണ്ഡിതൻ, അദ്ദേഹം നൂറുകണക്കിന് ശിഷ്യന്മാരുടെ മുമ്പിൽ ഇങ്ങനെ ദർസ് എടുക്കുകയായിരിക്കും. അപ്പോഴാണ് കുറച്ചൊരു ചന്നിയൊക്കെ ബാധിച്ചു തുടങ്ങിയ, വാർദ്ധക്യ സഹജമായ രോഗം ബാധിച്ചു തുടങ്ങിയ ഉമ്മ ഓരോ പേര് വിളിക്കും, ഇവിടെ വാ, കുറച്ച് വെള്ളം എടുത്തോണ്ടേ. അപ്പൊ ശിഷ്യന്മാർ പറയാം, മുഖത്തൊരു ചെറിയ അമർഷം പോലും ഇല്ലാതെ ആ മഹാപണ്ഡിതൻ തൻ്റെ ശിഷ്യന്മാരുടെ അഫു പറഞ്ഞിട്ട് നേരെ പോയിട്ട് വെള്ളം എടുത്തിട്ട് ഉമ്മച്ചിക്ക് കൊടുക്കും, അവിടെ ഇരുത്തും. കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇടുവാ, എൻ്റെ ഉമ്മക്ക് രോഗമാണ്, അതുകൊണ്ടാണ് ഉമ്മ പറയണതെന്ന് പോലും പരിഗണിച്ചില്ല. ഒരുപാട് ചിന്തകൾ ഇവിടെ അഴിഞ്ഞു വീഴുന്ന ഞാൻ വിചാരിക്കണേ. വാപ്പാനും ഉമ്മാനും ഏത് വീട്ടിൽ ആര് പരിരക്ഷിക്കണം, ആര് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം അല്ലേ? ഇങ്ങനെയൊക്കെ സംശയം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, മക്കൾക്കില്ലെങ്കിലും മരുമക്കൾക്കുണ്ടെങ്കിൽ അല്ലേ, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ഇട്ട് ഉരുട്ടിയിട്ടുണ്ടാവും നമ്മളെ. അങ്ങനെ നന്നായി ഉരുട്ടിയ അമ്മായിമ്മയാണെങ്കിൽ പോലും മതം കൊടുക്കുന്ന ആ സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു പരിരക്ഷ ഉണ്ട്. ആ പരിരക്ഷയാണെന്ത്? ഇതെൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയാണെന്നുള്ള പരിരക്ഷ. നോക്കൂ നിങ്ങൾ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ മോനെ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം കഅബാലയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കഅബാലയത്തിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഉമ്മാനെ ഇങ്ങനെ തോളിലേറ്റിയിട്ട് കഅബാലയം ഇങ്ങനെ വലയം വെക്കുകയാണ്. കണ്ണുകളൊക്കെ കൊഴിഞ്ഞു പോയ, മുഖത്തെ രോമങ്ങളൊക്കെ ചുളിഞ്ഞു പോയ ഒരു ഉമ്മ ഈ ത്വവാഫിൽ ഈ മോൻ്റെ കൂടെ ഇങ്ങനെ സഈൻ്റെ ഒക്കെ സമയത്ത് ഇങ്ങനെ അദ്കാറുകൾ ചൊല്ലി പൂർത്തിയാക്കുന്നത് അദ്ദേഹം കണ്ടു. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അന്നത്തെ മുസ്ലിങ്ങളൊക്കെ അറിയും. ഹുസൈൻ സലഫിനെ നമ്മൾ അറിയില്ലേ? എല്ലാവരും അറിയും, എവിടുന്ന് ഉണ്ടാലും അറിയും അല്ലേ? അതിലേറെ ലോകപ്രസിദ്ധനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുത്തബിഉ സുന്ന എന്ന് പേര് വിളിക്കുന്ന, നമ്മൾ പറഞ്ഞ പേരുകളോട് ഒരിക്കലും സമാനതപ്പെടുത്താൻ കഴിയാത്ത അത്രയും പ്രസിദ്ധനായ ആ സ്വഹാബിയെ ഓരോരുത്തർ കണ്ടിങ്ങനെ ഓരോ മസാല ചോദിക്കുകയാണ്. നബിൻ്റെ അടുത്ത് നിന്ന് നേരിട്ട് ഇൽമു സ്വീകരിച്ച ആൾ എന്നുള്ള നിലക്ക്. അപ്പോൾ പോയിട്ട് ചോദിച്ചു, ഞാൻ ഇത്രയും കിലോമീറ്റർ, ആയിരക്കണക്കിന് കിലോമീറ്റർ കുറേ മാസങ്ങൾ എടുത്ത് നടന്നിട്ട് എൻ്റെ ഉമ്മാനെ തോളിലേറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് അവരുടെ ജീവിതത്തിൽ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുത്തു. ഞാൻ എൻ്റെ ഉമ്മയോടുള്ള കടമകളൊക്കെ ചെയ്ത ഒരാളാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് കൊടുത്ത ഉത്തരം എന്താ അറിയുക? നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കാൻ, വയറ്റിൽ നിന്ന് കുഞ്ഞ് പുറത്തു വരാൻ, ആ കുട്ടീനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഉമ്മ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ ആ കുട്ടീനെ പുറത്തേക്ക് വരാൻ പ്രസവത്തിന്റെ സമയത്തുള്ളൊരു ഇതുണ്ടല്ലോ, അപ്പോ ഒരൊറ്റ ഇങ്ങനെ പുറത്തേക്ക് വരാനുള്ള ഒരു ശ്രമത്തിന്റെ ഇടയ്ക്കുള്ള ഒരു വേദന ഉണ്ടല്ലോ, ആ വേദനക്ക് പോലും നീ ചെയ്ത കാര്യം പരിഹാരമാകുന്നില്ല എന്നാണ്. ഇതാണ് പഠിച്ച ഒരാൾക്ക് സ്വാഭാവികമായിട്ടും സ്വന്തം മാതാപിതാക്കൾക്ക് അയാളോട് തണലാകണം. ഇസ്ലാമിക നിയമങ്ങളാണിത്. നോക്കേ, ഏത് ആളും എപ്പോഴും മുസ്ലിം സമൂഹത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്താ? മുസ്ലിം സമൂഹത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യം, അവരവരുടെ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന, ഈ പൊന്നുപോലെ നോക്കുന്ന മനസ്സ്
ഇസ്ലാമിക നിയമങ്ങൾ കൊടുത്ത പരിരക്ഷയാണ്, ഇസ്ലാമിക നിയമങ്ങൾ കൊടുത്ത തണലാണ്, ഇസ്ലാമിക നിയമങ്ങൾ കൊടുത്ത വഴിയാണ്, വെളിച്ചമാണ്, അല്ലേ? അല്ലാതെ നമുക്ക് പറയാൻ പറ്റുമോ? ഇസ്ലാമിക ചരിത്രത്തിലുടനീളം ഇങ്ങനത്തെ നൂറുകണക്കിന് സംഭവങ്ങളുണ്ട്, നൂറുകണക്കിന് സംഭവങ്ങൾ. എന്താ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു താബിഈ വര്യൻ അദ്ദേഹം പറയാം, എൻ്റെ അനിയൻ ഉമർ അപ്പുറത്തെ റൂമിൽ നിന്ന് രാത്രി ആരും കേൾക്കാതെ പതിഞ്ഞ സ്വരത്തിൽ അവനിങ്ങനെ നിസ്കാരത്തിൽ ഓതുന്ന ശബ്ദം ഞാൻ ഇപ്പുറത്തെ റൂമിലിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. നല്ല കുട്ടി അവന്, രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കും. പക്ഷേ ഉമ്മയോ ഞാനോ ഒന്നും രാത്രി അവൻ നിസ്കരിച്ചു എന്ന് അറിയാത്ത പോലെയാണ് രാവിലെ അവൻ പെരുമാറുക, രാത്രി അവൻ പെരുമാറുക. അവൻ്റെ ഭാര്യ പോലും നിസ്കരിക്കണത് അറിയാത്ത വിധം ചെറിയൊരു വിളക്കിൻ്റെ തിരി ഇങ്ങനെ തെളിഞ്ഞ് അവനവിടെ ഇങ്ങനെ നിസ്കരിക്കും. എന്നിട്ട് അദ്ദേഹം പറയാ, പക്ഷേ അതിലേറെ ഭാഗ്യവാനാണ് ഞാൻ, എൻ്റെ രാവുകൾക്ക് അവനെക്കാളും ഭംഗിയുണ്ട്. കാരണം ഉറങ്ങാൻ പ്രയാസപ്പെടുന്ന എൻ്റെ ഉമ്മയുടെ കാലിൻ്റെ അരികിൽ അവർക്കിങ്ങനെ തിരുമ്മിക്കൊടുത്ത് ഇരിക്കലാണ് ഞാൻ, തിരുമ്മിക്കൊടുത്ത് ഇങ്ങനെ ഇരിക്കലാണ്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മാക്ക് ഞാൻ ചെയ്യുന്ന സേവനത്തോളൊന്നും അവൻ്റെ രാത്രി നിസ്കാരം എത്താൻ യാതൊരു സാധ്യതയില്ല എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമാണ്. ഇങ്ങനത്തെ ഒരു മനോഗതം അവർക്ക് കൊടുത്തതും അവരിലൂടെ നമുക്ക് കൈമാറി കിട്ടിയതുകൊണ്ടാണ് നമ്മളെ അടുത്തനാട്ടിലൊന്നും എന്താ പറയുക, പാരൻസ് വെൽനസ് ക്ലിനിക്കുകൾ ഇല്ലാത്തത്. ഇപ്പം മറ്റേ പേരൊക്കെ പോയി, ഏത് പേര്, വൃദ്ധസദനം എന്നുള്ളതൊക്കെ പോയി. എന്നിട്ട് എന്താ പേര്, പാരൻസ് വെൽനസ് ക്ലിനിക്. പാരൻസിന് വെൽനസ് കൊടുക്കണ, നല്ലത് കൊടുക്കണ ക്ലിനിക്ക്. ഇനി അതാണ് വലിയ സംഭവമായി വരാൻ പോണത്. ഓലെല്ലാവരും ഗൾഫിലും പുറത്തൊക്കെയാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല AC ഉള്ള, ഏറ്റവും നല്ല ഉദ്യാനമുള്ള, ഏറ്റവും നല്ല പരിചാരകരുള്ള, ഏറ്റവും പൈസ കൊടുത്തുള്ള ഒരു സ്ഥലത്ത് വാപ്പാനിമാനി ആക്കുക. ഉറപ്പല്ലേ? നമ്മളാ 8-9 റൂമുള്ള വീട്ടിൽ ഉമ്മന്ന് വീണാ അറിയോ? ഇവിടെ നോക്കാൻ ആള്, ചെയ്യാൻ ആള്, അതിനാള്, ഇതിനാള് ഒക്കെയാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ഡോക്ടർമാരോടെ വന്നു പോകും, ഒക്കെ പരിശോധന നടക്കും, അല്ലേ? നമ്മളെ വീട്ടിലാവുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത്ര കെയറാണ് അവർ കൊടുക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിൽ വരാൻ പോണ സാധനം അത് വന്നു തുടങ്ങി. അവിടുത്തെ തിരുവനന്തപുരത്തു നിന്ന് ഇങ്ങോട്ടാ വരിക, തിരുവനന്തപുരത്തു നിന്ന് ഇങ്ങോട്ടാണ് ഇതൊക്കെ വരിക. കാരണം മതവും മതത്തിന്റെ സ്വാധീനവും ഇസ്ലാമും അതിന്റെ സ്വാധീനമൊക്കെ കുറഞ്ഞ ഇടങ്ങളിൽ അത് ഉണ്ടാകുക. നമ്മുടെ നാട്ടിൽ നിന്ന് UK-യിലേക്ക് US-ലേക്ക് പഠിക്കാനും ജോലിക്കും പോണ കുട്ടി എന്താ ചെയ്യണേ? ഏതെങ്കിലും ഒരു പെട്ടിക്കട പോലെയുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാകും, ഭയങ്കര യൂണിവേഴ്സിറ്റി ആയിക്കാരം. അവിടെ പോയിട്ട് ഉച്ചവരെ പഠിക്കും. ഉച്ചയ്ക്ക് ശേഷം ഏതെങ്കിലും ഒരാളുടെ കെയറിങ്ങുമായിട്ട് ഓൾഡ് ഏജ് ഹോമുകളിൽ ആളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ബെഡ് തൊട്ട് വീട് വരെ എടുക്കുമ്പോൾ പാരൻസിന് കിട്ടുന്ന കെയറാണ്. ഇനി കുട്ടികൾക്ക് കിട്ടുന്ന കെയറോ? ഒരു കുട്ടിക്ക് ജനിക്കാനും ജീവിക്കാനുമുള്ള പരിരക്ഷ കൊടുത്തത് ആരാണ്? ഇസ്ലാമാണ്. ഇസ്ലാമിന് മുമ്പ് പെൺകുട്ടിക്ക് ജനിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിന് ശേഷം ഇന്നിപ്പോ ലോകത്ത് ഈ ഭ്രൂണഹത്യയുടെ കണക്കുകൾ കൊടുക്കുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിലെ അവസാനത്തെ ഡിജിറ്റ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്, ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ആ സാധനം? ആ മാറിക്കൊണ്ടേയിരിക്കുന്ന ഓരോ ഡിജിറ്റും ഗർഭപാത്രത്തിൽ കൊല ചെയ്യപ്പെട്ട ഓരോ കുഞ്ഞിന്റെ കണക്കാണ്. നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. ചാറ്റ് ബോട്ടുകളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് പ്രോംപ്റ്റ് ചെയ്ത സാധനം കിട്ടും. മനസ്സിലായില്ലേ? മാതാവിന്റെ ഗർഭപാത്രത്തിൽ രൂപം പ്രാപിച്ച് കളിമുറ്റങ്ങളിലേക്ക് ജനിച്ചു വീണ് പൂമ്പാറ്റ പിടിക്കാനും ഓടിച്ചാടി നടക്കാനും ജീവിക്കാനും സ്വപ്നങ്ങൾ കാണാനും ആഗ്രഹിക്കുന്ന കുഞ്ഞു ജന്മങ്ങളെ ഗർഭപാത്രത്തിൽ അബോർഷൻ എന്ന് പേരിട്ട് വെട്ടി നുറുക്കി പുറത്തേക്കെറിയുന്ന പ്രക്രിയ ഈവൻ നമുക്കിടയിൽ പോലും ഇന്ന് രൂപപ്പെട്ടു വരികയാണ്. മതമാണ് അതിന് വിലക്കേർപ്പെടുത്തുന്നത്. 2 അനുഭവങ്ങൾ ഞാൻ പറയാം കേട്ടോ, 2 അനുഭവങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഒരു നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ ഒരു പ്രസ്ഥാന വലയത്തിലൊക്കെ ഉള്ള ഒരു സുഹൃത്താണ്. മൂപ്പര് മാത്രമേ ഉള്ളൂ, വേറെ വീട്ടിലാരുമില്ല. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പെങ്ങള് ഒരു ടീച്ചറാണ്, അവള് കുഞ്ഞുണ്ടായി, കുറേ കാലം പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞുണ്ടായി. കുഞ്ഞിനിപ്പോൾ ഒരു 8 മാസം 9 മാസം ആണുള്ളൂ. അതിനു മുമ്പ് അവൾ വീണ്ടും പ്രഗ്നൻ്റായി. അപ്പം എത്രയോ കാലം കരഞ്ഞ് ഉണ്ടായ കുട്ടിക്ക് ഞങ്ങൾ ദുആ എന്നാണ് പേരിട്ട്. ദുആ ഓളന്നെ നിർദ്ദേശിച്ച പേരാണ് ദുആ. ഇപ്പോൾ
അവൾക്ക് ചമ്മൽ, അവൾ ടീച്ചറായതുകൊണ്ട് ലീവ് കിട്ടാത്ത പ്രശ്നം, ഇങ്ങനത്തെ ഒരുപാട് വിഷയം പറഞ്ഞ് അവൾ ആ കുഞ്ഞിനെ കൊല്ലണം. മൗലവി അളിയനാണെങ്കിൽ ഒരു അന്തമില്ലാത്തൊരു ചെങ്ങയാണ്, ഇങ്ങനെ പറയണം മൂപ്പര്. അപ്പോൾ എന്നെ ജീവിതകാലം മുഴുവൻ ഇത് വേട്ടയാടുന്ന ഉറപ്പാണ്. എനിക്ക് 6 കുട്ടികളുണ്ട്, ഒരു പ്രശ്നമല്ല. പക്ഷേ എൻ്റെ കുടുംബത്തിൽ ഒരാൾ ഇത് ചെയ്തല്ലോ, അത് എൻ്റെ പെങ്ങൾ ചെയ്തല്ലോ എന്നുള്ളത് എന്നെ ഭയങ്കരമായിട്ട് വേട്ടയാടും. അയാളെ വേട്ടയാടാൻ കാരണം എന്താ? അയാളെ വേട്ടയാടാൻ കാരണം എന്താ? അത് ഗർഭപാത്രത്തിൽ രൂപപ്പെടുന്ന കുഞ്ഞിന് ഈ മതം കൊടുക്കുന്ന സുരക്ഷയാണത്, അല്ലേ? നിങ്ങളൊരിക്കലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലരുത്. ഖശിയത ഇംലാഖ്, ഖശിയത ഇംലാഖ്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ കൊല്ലരുത്, അവർ ജീവിക്കട്ടെ എന്ന് ഖുർആൻ പറഞ്ഞതാണ്. അങ്ങനെ കൊല്ലുന്നതിനെ ഈ പ്രവാചകൻ ശക്തമായി വിലക്കിയതാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പെങ്ങളോട് പറയും, പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ നീ എനിക്കിട്ട് തന്നോ, ഞാൻ നോക്കിക്കോളാം. വേറെ കാരണം കൂടി ഉണ്ട് ഈ സ്ത്രീക്ക്, അത് നമ്മൾ പറയാതെ പോകാൻ പാടില്ല. ഈ കുട്ടിക്ക് അല്പം വൈകല്യം ഉണ്ടാകും, ഒരു കാലം തളർന്നതായിരിക്കും കൂടി വന്നതാണ് മെയിൻ കാരണം. അത് പറയാതെ വയ്യ കേട്ടോ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ കുടുംബങ്ങളിലൊക്കെ സ്ഥിരം നടക്കുന്ന പരിപാടിയാണ് ഇതൊക്കെ. അപ്പം തളർന്നതാണെങ്കിലും നീ എനിക്ക് തന്നോ, തളർന്നതാണെങ്കിലും നീ എനിക്ക് തന്നോ, അതിന് പ്രശ്നമല്ലല്ലോ. രണ്ടാളും വീട് ഇങ്ങനെ തൊട്ടടുത്താണ്, ആരും അറിയില്ല. അപ്പം അവസാനം ഇതൊക്കെ കൂടെ ആ സ്ത്രീ ആകെ ആലോചിക്കണത് ഇത്രയേ ഉള്ളൂ, ഈ ചെറിയ കുട്ടിയും പിന്നെ കാലുകൊണ്ടൊന്നും വയ്യാത്തൊരു കുട്ടിയൊക്കെ ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെയാണ്. കുട്ടി ജനിച്ചപ്പോൾ കുട്ടിക്ക് ഒരു പ്രശ്നമല്ല, കുട്ടി പക്ക നല്ല അടിപൊളി, ആദ്യത്തെ കുട്ടീനേക്കാളും ആരോഗ്യവും ഉഷാറും ഒക്കെ ആ കുട്ടിക്കുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ആ കുട്ടിക്ക് ജന്മാവകാശം കൊടുത്തത് ആരാ? മതത്തിൻ്റെ നിയമങ്ങളും മതം മുന്നോട്ട് വെച്ച കാര്യങ്ങളുമാണ്. ശാസ്ത്രവും ഇവിടുത്തെ ഹാഷ്ടാഗ് ക്യാമ്പയിനുകളും പ്രൊമോട്ട് ചെയ്യണം. എന്താ? അങ്ങനത്തെ ഒരു കുട്ടിനെയും ഏറ്റെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, വെറുതെ തളരണ്ട തകരണ്ട എന്നാണ് യഥാർത്ഥത്തിൽ പഠിപ്പിക്കപ്പെടുന്നത്. ഇതേപോലെ ഞാൻ പലപ്പോഴും നിരന്തരം അനുസ്മരിക്കുന്ന മറ്റൊരു ഉദാഹരണമാണ്. ഞാനിവിടെ അടുത്തൊരു പ്രദേശത്ത് ഒരു 8 കൊല്ലം തുടർച്ചയായിട്ട് ജുമാ ഖുത്ബ നടത്തിയിരുന്നു. ഒരു 8 കൊല്ലം ഒരു പള്ളിയിൽ നമ്മൾ ജുമാ ഖുത്ബ നടത്തുമ്പോൾ അവിടുത്തെ ആളുകളും അവരുടെ കുടുംബങ്ങളും ഒക്കെ നമ്മളോട്, അവർക്ക് അങ്ങനത്തെ ഒരു ബോണ്ട് ഉണ്ടാകും. അവരുടെ വളരെ പേഴ്സണലായ കാര്യങ്ങളൊക്കെ പലപ്പോഴും പങ്കുവെക്കും. അപ്പോൾ ഒരു ദിവസം ഒരു മനുഷ്യൻ വിളിക്കുകയാണ്, ഇങ്ങനെ ഞാൻ ജുമാക്കില്ല, ഭാര്യ ഗർഭിണിയാന്നുള്ള കാര്യം പറഞ്ഞിരുന്നല്ലോ. 5-ാം മാസത്തെ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ 5-ാം മാസത്തെ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് തലച്ചോറില്ല, ഭയങ്കര പ്രശ്നമാണ്, ക്രോണിക് ഡിസീസസ്, പല പാരമ്പര്യമായി വരുന്ന പല രോഗങ്ങളും ആ കുട്ടിക്കുണ്ട്, ജനറ്റിക്കൽ ഡിസീസസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒഴിവാക്കണം എന്നാണ് പറയണത്. എനിക്ക് സമ്മതമല്ല, ഭാര്യയ്ക്കും സമ്മതമല്ല, അവളോട് നിന്ന് കരയാണ്, ഞാനൊന്ന് ഫോൺ കൊടുക്കാം. പറയലും ഫോൺ എടുക്കലും കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആരെ പറഞ്ഞു കുട്ടിക്ക് ജനറ്റിക്കൽ ഡിസീസ് ഉണ്ട് എന്ന്? ഡോക്ടറും സയൻസും അല്ലേ പറഞ്ഞത്. നമ്മളെ മുന്നിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് ദിവസങ്ങളില്ലേ. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾക്കത് ശാരീരികമായി പ്രശ്നമാണ്, നിങ്ങൾ മരിക്കും എന്ന് ഡോക്ടർ പറയാത്തിടത്തോളം കാലം തലച്ചോറില്ല, കണ്ണില്ല, കാലില്ല, എന്തുമില്ല, വെറും ഒരു ഇറച്ചി കഷ്ണാണ്, അതിങ്ങനെ തുടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് എടുത്തൊഴിവാക്കാൻ മതം അനുവദിക്കണില്ല. അതിന് മതം പറയുന്ന പരിഹാരക്രിയകൾ വീടും പറമ്പും മുഴുവൻ വിറ്റ് തീരാത്തത്ര വലിയ ഫിദിയാണ് ഇസ്ലാം അതിന് പറയണത്. നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങൾ വേണം പോരി പറഞ്ഞു. നമ്മൾ വേണം പോരി എന്ന് പറഞ്ഞു. വേറൊരു ഡോക്ടർ പറഞ്ഞെടുത്തു, ഇവിടെ പെരിന്തൽമണ്ണുള്ള വേറൊരു ഡോക്ടർ പറഞ്ഞെടുത്തു. അവരെ കണ്ടു, അവരും ഇതേപോലെ തന്നെ ദീനിയായി ചിന്തിക്കുന്ന ആളായതുകൊണ്ട് ആശ്വസിപ്പിച്ചു. ഞാൻ എപ്പോഴും എൻ്റെ സ്പീച്ചുകളിൽ ആ കുട്ടിൻ്റെ വീഡിയോ കാണിച്ചു കൊടുക്കലുണ്ട് കേട്ടോ. ആ കുട്ടിൻ്റെ വീഡിയോ സദസ്സിന് കാണിച്ചു കൊടുക്കലുണ്ട്. തപ്പിയെടുക്കണം, ഞാനിങ്ങനെ എൻ്റെ നോട്ടൊക്കെ ക്രമീകരിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവും, അതുകൊണ്ട് എടുക്കണില്ല. ആ കുട്ടി ഓൻ്റെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും, സ്കൂളിൽ ചേർന്നപ്പോൾ അങ്ങനെ ഓരോ ഘട്ടത്തിലും എനിക്കിങ്ങനെ വോയിസ് അയക്കും, പാപ്പിമ്മയെ അയപ്പിക്കണാണ്, പാപ്പിമ്മയെ അയപ്പിക്കണാണ്. ഇവിടെ എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് എന്താ? ആ മാതാപിതാക്കളെ കൊണ്ട് അത് ചിന്തിപ്പിച്ചത് എന്താ? അത് മതമാണ്. മതത്തിൻ്റെ ഓരോന്നും 100% നമുക്ക് സുരക്ഷിതത്വം തരുന്നതാണെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി നിങ്ങൾ നോക്ക്, സാമൂഹിക സാഹചര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, സാമൂഹിക പരിസരം എടുത്തു കഴിഞ്ഞാൽ മതം സാമൂഹിക പരിസരത്ത് കൊടുക്കുന്ന സുരക്ഷിതത്വം എത്രമാത്രം സ്ട്രോങ് ആണെന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. മതം കൊടുക്കുന്ന അതിശക്തമായ സുരക്ഷിതത്വത്തിൻ്റെ തലങ്ങൾ പല നിലക്ക് നമുക്ക് ബോധ്യപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ നോക്ക്, ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ
ഒരു വ്യക്തി ഒരാളെ കാണുമ്പോൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടതെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി ഒരാളെ കണ്ടുമുട്ടുമ്പോൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ? നീ നിന്റെ സഹോദരനെ പുഞ്ചിരിയോടുകൂടെ അഭിസംബോധന ചെയ്യുന്നത് പോലും നിനക്ക് പുണ്യമാണ്. അപ്പൊ ഇത് ബോധ്യപ്പെട്ട് അങ്ങാടിയിൽ ഇറങ്ങുന്ന ഒരാള് ഓരോരുത്തരെ കാണുമ്പോൾ ചിരിച്ച് അഭിമുഖീകരിക്കുകയുള്ളൂ. ഒരു അങ്ങാടി മുഴുവൻ പരസ്പരം ചിരിച്ച് അഭിമുഖീകരിക്കുന്ന ഒരു രംഗങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മാത്രല്ല ആ അങ്ങാടിയിൽ ഓരോ അങ്ങാടിയിലും വർത്താനം പറഞ്ഞാണ്ട് തെറ്റിലാണല്ലോ അല്ലേ? ഓരോ അങ്ങാടിയിലും സാധാരണ എന്താ സംഭവിക്കല്? വർത്താനം പറഞ്ഞാണ്ട് തെറ്റിലാണ്. നിങ്ങൾ നോക്ക്, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം. ഏറ്റവും സമ്പൂർണമായ ഈമാൻ എത്തിയ വ്യക്തി തൻ്റെ ചുറ്റുമുള്ളവരോട് ഏറ്റവും നല്ല പെരുമാറ്റം നടത്തുന്ന വ്യക്തിയാണ്. ഒക്കെ വിശ്വാസമായിട്ടാണ് കണക്ട് ചെയ്തത്. അപ്പം അങ്ങനെ ചാടി കളിക്കൂല. കുട്ടികൾക്കൊക്കെ ഭയങ്കര സുരക്ഷ കിട്ടും വീട്ടിൻ്റെ ഉള്ളിൽ. നമ്മളെ കൊളസ്ട്രോളിനും പ്രഷറിനും മൈഗ്രെയിനും അനുസരിച്ച് കുട്ടി അടങ്ങാറാകേണ്ടി വരില്ല. എന്താ കാരണം? കുട്ടിയോടുള്ള പെരുമാറ്റമാണെങ്കിലും ഭർത്താവിനോടുള്ള പെരുമാറ്റമാണെങ്കിലും അയൽക്കാരോടുള്ള പെരുമാറ്റമാണെങ്കിലും വിശ്വാസത്തിന്റെ പൂർണ്ണത എത്തുന്നിടത്താണ് ഇത്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറേ സമയം സുജൂദിൽ നിന്ന് എണീക്കണില്ല. കുറേ സമയം സുജൂദിൽ നിന്ന് എണീക്കാത്തത് കണ്ടപ്പോൾ ഒരു സ്വഹാബി ഇങ്ങനെ തല പൊക്കി നോക്കി. അപ്പോൾ ആ സ്വഹാബി കണ്ട കാഴ്ച എന്താ അറിയോ? പ്രവാചകന്റെ പേരക്കുട്ടിൻ്റെ നബിൻ്റെ പുറത്ത് മുതോമ്പുറത്ത് ഇങ്ങനെ കയറിയിരിക്കുക. കുറേ നേരം കഴിഞ്ഞതിൻ്റെ ശേഷം സുജൂദിൽ നിന്ന് എണീറ്റ് സലാമൊക്കെ വീട്ടിയപ്പോൾ എന്നും സംഭവിക്കാത്തൊരു കാര്യം, ഒരു സുജൂദ് മാത്രം കുറേ നീണ്ടത് സംബന്ധിച്ച് സ്വഹാബത്ത് ചോദിച്ചു, എന്തേ നബിയെ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറയാം, എൻ്റെ പേരക്കുട്ടി ഇർത്തഹലനി, അവൻ എൻ്റെ മേലെ വണ്ടിക്കളി കളിച്ചു എന്നാണ്. ഇർത്തഹല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. മനസ്സിലായില്ലേ? വണ്ടിക്കളി കളിച്ചു. ഞാൻ ഓനെ അടങ്ങാറാക്കണ്ടെന്ന് കരുതി. ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രവാചകൻ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന, കളിപ്രായത്തിൽ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന തണലാണിത് അല്ലേ? അവര് നബി ഇങ്ങനെ മദീനയിലെ മഹാമിമ്പർ, അന്ന് ഇസ്ലാം സ്വീകരിച്ച് വന്നവരും വേറെ നാട്ടിലെ ഭരണാധികാരിയൊക്കെ ഓരോ ദിവസവും ഉണ്ടാവും അവിടെ. അത്രയും വെറൈറ്റി ഓഡിയൻസ് ആണ്. അതിൻ്റെ അടിയിലാണ് ഈ രണ്ട് കുട്ടികളും ഇങ്ങനെ പിച്ച വെച്ച് ഇങ്ങനെ വരണേ. പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ മിമ്പർമെന്ന് ഇറങ്ങിയിട്ട് അവരെ രണ്ടാളും എടുത്തു. നിസ്കരിക്കണീൻ്റെ ഇടയിൽ അവരെടുത്തു. അപ്പുറത്ത് കരയണ കുട്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്തേ? നിസ്കാരം ചുരുക്കി. അത്ഭുതകരമായ ചുരുക്കിയപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, എന്താ നബിയെ, ഞാൻ അമ്മാക്ക് ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതി. നമ്മളൊക്കെ പള്ളിയിൽ ഒരു കുട്ടി അങ്ങോട്ടൊന്ന് ഓടി ഇങ്ങോട്ടൊന്ന് ചാടി അല്ലേ? അങ്ങനെയാണ്. അങ്ങനെയല്ല. തുർക്കിയിലെ ഒരു പള്ളിയിൽ എഴുതി വെച്ച വാചകം എന്താ അറിയോ? ബാക്കിലെ സഫിൽ നിന്ന് കുട്ടികളുടെ കളിച്ചിരിയും പൊട്ടിച്ചിരിയൊന്നും കേൾക്കണില്ലെങ്കിൽ അടുത്ത തലമുറനെ കുറിച്ച് പേടിച്ചോളിന്ന. പള്ളിയിൽ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ വലിയ പള്ളിയാണെങ്കിൽ 2 ആള് അല്ലെങ്കിൽ 1 ആള്, ഏറ്റവും പ്രഷർ കുറഞ്ഞ ആള്. തറാവീഹിന്റെ കാലാകുമ്പോൾ തീരുമാനം എടുക്കേണ്ടതാണ്. അയാളെ കയ്യിൽ ഇവിടെ 2 പോക്കറ്റുള്ള കാരണന്മാരാന്നല്ലേ, ഇഷ്ടം പോലെ മുട്ടായി ഉണ്ടാവും. കകുന് കൂട്ടി ഇവിടെ ഇരുന്ന, ഇത് തിന്നിട്ട് ഇവിടെ ഇരുന്ന എന്ന് പറയാൻ വേണ്ടത്. ക്ലാസ് എടുക്കുന്ന ആൾ പറയണം നമ്മളെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഉഷാറാണ്, ഓര് ഓടി കളിക്കൂല. അപ്പം അങ്ങനെ കളിക്കണ്ടാവും, ഓടിങ്ങനെ കളിക്കണ്ടാവും. അപ്പോഴത് പറയണതേ, ഓടി കളിക്കൂല. സമ്മാനം ആദ്യം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടാവും. റമദാൻ 29 അന്ന് ഇവിടെ ഒരു സമ്മാനദാനം ഉണ്ടാവും. ഏറ്റവും നല്ല കുട്ടികൾക്കൊക്കെ കൊടുക്കും. അങ്ങനെ കൊടുത്ത അവസാനം ആർക്കും കൊടുക്കാത്ത ഉണ്ടാകരുത് അല്ലേ? എല്ലാവർക്കും കൊടുക്കണം. ഞാൻ പറയണത് ഇത്തരം എല്ലാ സുരക്ഷിതത്വങ്ങളും ഒരുക്കപ്പെടുന്നത് കൃത്യമായും ഇസ്ലാം നൽകുന്ന തണലുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ബെഡ്റൂം തൊട്ട് അങ്ങാടി വരെ നമ്മൾ എത്തുമ്പോൾ നോക്കൂ നിങ്ങൾ, മറ്റൊരു ഹദീസിൽ കാണാം, മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹു. ഒരാൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ? അവൻ്റെ അയൽക്കാരനെ മാനിക്കട്ടെ എന്നാണ്. ഇത് ശരിയാമിതം പഠിച്ച ഒരു വ്യക്തി, ഇത് ശരിയാമിതം മനസ്സിലാക്കിയ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലൊക്കെ അതുണ്ടാവും, എല്ലാതും ഉണ്ടാവും. സ്വഹാബത്തിൻ്റെ
കച്ചവടങ്ങളെക്കുറിച്ച്, അങ്ങാടിയെക്കുറിച്ച്, ബിസിനസ്സിനെ കുറിച്ചൊക്കെ, മദീനയിലെ ബിസിനസ്സിനെ കുറിച്ചൊക്കെ ചില ചരിത്ര പരാമർശങ്ങൾ കാണാൻ പറ്റും. എന്താ, ഒരിങ്ങനെ കച്ചവടം നടത്തുകയാണെങ്കിൽ കുറച്ചാൾ ഇങ്ങോട്ട് വന്നാൽ പിന്നെ നേരെ അങ്ങോട്ട് പോയിക്കോളിയാണ്. ഇനി ഇവിടുന്ന് വാങ്ങണ്ട, അവിടെ ആരാ പറയണത്? കച്ചവടം നടത്തുന്ന ആൾ, ഞാൻ അങ്ങോട്ട് പോയിക്കോളിയാണ്. അപ്പൊ മുസ്ലിങ്ങളുടെ കടകളിലേക്ക് മാത്രം ആളുകൾ ചെല്ലുമ്പോൾ മുസ്ലിം കടകളൊക്കെ ഓഫ് ചെയ്യും ജൂതന്റെ കടക്ക് വേണ്ടിയിട്ട്. ഇതാ ഇനി എല്ലാവരും അങ്ങോട്ട് പോയിക്കോളിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇസ്ലാമിക നിയമങ്ങളും ഇസ്ലാമിക തത്വങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ ഓരോന്നിലും നമുക്കിങ്ങനെ ഭയങ്കര മനോഹാരിത തോന്നുക. ഓല് പറയുന്ന അവസ്ഥ വേണ്ട, ഞാൻ അതിൻ്റെ ഒരു തത്വമാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അതിഥിയെ എന്താ ചെയ്ത്? അതിഥിന് വന്നപ്പോൾ ഒരു ഫുള്ള് മൂരിനെ അറുത്ത്, എന്നിട്ട് പൊരിച്ച മൂരിയും കൊണ്ട് വന്നു എന്നാണ്. ഒരു പൊരിച്ച മൂരിയെയും കൊണ്ട് അറുത്തിട്ട് മുന്നിക്ക് വെച്ചുകൊടുത്തു. അവർ തിന്നാത്തത് കണ്ടപ്പോൾ ബേജാറായി. അപ്പോഴാണ് അത് മലക്കുകളാണ് എന്ന് അദ്ദേഹം എന്ത് ചെയ്യണത് അറിയുന്നത് എന്നാണ്. അപ്പോഴാണ് അദ്ദേഹം അത് മലക്കുകളാണ് എന്ന് മനസ്സിലാക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ അയൽപക്കത്തിൻ്റെ കാര്യം പറയുമ്പോൾ നിന്റെ വീടിൻ്റെ മേൽക്കൂര കൊണ്ട് നിന്റെ അയൽക്കാരനെ ദ്രോഹിക്കരുത് എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസുണ്ട്. ഓലമേഞ്ഞ കുടിലുകളുള്ള കാലത്ത്, 100 നില കെട്ടിടങ്ങളുടെ കാലത്തിൻ്റെ പ്രശ്നങ്ങളെ പ്രവാചകൻ അഭിസംബോധന ചെയ്യാണ്. ഒരു അസറിൽ കാണാം, ഒരു അസറിൽ റസൂലുള്ളാഹിലേക്ക് എത്താത്തൊരു അസറിൽ കാണാം, നിന്റെ പാത്രത്തിലെ ഭക്ഷണത്തിന്റെ മണം കൊണ്ട് നിന്റെ അയൽക്കാരനെ നീ ഉപദ്രവിക്കരുത്. അത്രയും വലിയ സെക്യൂരിറ്റിയാണ് ഒരുക്കുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതൊക്കെ പറയുമ്പോഴും ഇസ്ലാം ഭയങ്കര പ്രശ്നമായിട്ട് തോന്നുക ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങളുടെ കാര്യത്തിലാണ്. ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങൾ ഭയങ്കര പഴഞ്ചനാണ്. കൈ വെട്ടുക, കൊല്ലുക, അല്ലേ, ഖിസാസ്. ഇപ്പോൾ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി ഈ 15ാമത്തെ മൊഡ്യൂളിൽ അന്നൂറിൽ ക്ലാസ് എടുത്തത്, അതിൽ ഏറ്റവും കൂടുതൽ വിഷയം, ഒന്ന് അടിമത്തത്തിൻ്റെ വിഷയങ്ങൾ പറഞ്ഞു, മറ്റൊന്ന് ഖിസാസാണ്. ഈ ഹുദൂദ്, ഖിസാസ്, ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങളാണ് പറഞ്ഞത്. അത് കേട്ട ഒരാൾക്ക് കേട്ടോ, അത് കേട്ട ഒരാൾക്ക് ഉറപ്പായിട്ടും ഇത് കേൾക്കാൻ, പൊതുവെ എങ്ങനത്തെ സീരിയസ് ആയ ക്ലാസ്, ഇപ്പോൾ മൗലവിൻ്റെ ക്ലാസ് പറഞ്ഞാൽ ഇങ്ങനെ നിർത്തിയുള്ള ക്ലാസ് ആയിരിക്കും. അതൊന്നും ചിലപ്പോൾ കുട്ടികൾ, നമ്മുടെ മക്കൾ ചിലപ്പോൾ അത് അങ്ങനെ തന്നെ ഉൾക്കൊണ്ടോളണമെന്നില്ല. അപ്പം ഉമ്മ ഇരുന്ന് പറഞ്ഞു കൊടുക്കും. അത്രയും മനോഹരമാണ്. അന്നൂറ് അറ്റൻഡ് ചെയ്യുന്ന ആളുകളൊന്ന് കഴിയുന്നെങ്കിൽ അന്നൂറ് എന്തായാലും മാനക്കേടെന്ന് കഴിച്ചിലാക്കാൻ 3 ആളുണ്ട്. നിങ്ങളെ മാനക്കേടെന്ന് കഴിച്ചിലാക്കാൻ, മണ്ഡലം കമ്മിറ്റിയെ മാനക്കേടെന്ന് കഴിച്ചിലാക്കാൻ 3 ആളുണ്ട്. കമ്മ്യൂണിക്കേഷൻ വിങ് പറഞ്ഞൊരു വിങ് ഉണ്ട് നമുക്ക്. ആ വിങ്ങിൻ്റെ ചാർജുള്ള ആളുകൾ 5 ഘടകത്തിലും ശാഖയിലുണ്ട്. എവിടെയുണ്ട്? മണ്ഡലത്തിലുണ്ട്, ജില്ലയിലുണ്ട്, സ്റ്റേറ്റിലുണ്ട് കേട്ടോ, എല്ലായിടത്തും ഉണ്ട്. അവർ ചെയ്യേണ്ട ഒരു ദൗത്യമാണത്. അതാണല്ലേ ഞാൻ 2 മിനിറ്റ് എടുത്ത് പറയാണ്. ലോകത്ത് ഓൺലൈൻ പഠന സംവിധാനങ്ങളിൽ എവിടെയില്ലാത്ത സൗകര്യമാണ് പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷനിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ബിലാൽ ഫിലിപ്സിൻ്റെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനം. അത് നോക്കി അതിൻ്റെ അഡ്വാൻസ്ഡ് സാധനം നമ്മൾ ഉണ്ടാക്കിയത്. ഫുൾ ഫീച്ചേഴ്സ് ആയിട്ടില്ല, ആകുമ്പോൾ അത് ഒരു പൂർണ്ണ സ്ഥാനത്തേക്ക് എത്തും. നിങ്ങൾക്ക് പഠിക്കേണ്ട സമയങ്ങൾ അലാം വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അത് അടിക്കും, നിങ്ങൾക്ക് പഠിക്കാം. ആയത്തും ഹദീസും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, സിമ്പിളായിട്ട് കിട്ടുകയും ചെയ്യും. ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾ എടുത്താൽ, ഷമീർ പോലും എത്തി, ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾ എടുത്താൽ എന്താ സംഭവിക്കുക? വെറുതെ ഞാൻ അമേരിക്കയുടെ ക്രിമിനൽ ഇൻഡെക്സും നമ്മുടെ പിന്നെ ഏറ്റവും വലിയ ലിബറലിസം, ഏറ്റവും ഭയങ്കര സംഭവം പറയണേ US ക്രിമിനൽ ഇൻഡെക്സും കുറ്റങ്ങൾ നടന്നതിൻ്റെ കണക്ക് ഞാനൊന്ന് വായിക്കാം. ഒന്നാമത്തെ കാര്യം, പിടിച്ചുപറി. സൗദി അറേബ്യയിൽ 0.88 ആണ് കേട്ടോ, 0.88 ആണ്. അമേരിക്കയിലേതോ 9.51 ആണ്. ഭയങ്കര റഡാറുകളിൽ ഓരോന്നും മൈക്രോ വാച്ച് ചെയ്യുന്ന സ്ഥലത്തെ കാര്യമാണിത്. അതുപോലെ തന്നെ റേപ്പ്, ബലാത്സംഗം, സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണം 0.33 ആണ്. അമേരിക്കയിൽ 34.53 ആണ്. പിന്നെ കൊല 0.98 ആണ് സൗദി അറേബ്യയിൽ, 243.08 ആണ് US. അതുപോലെ തന്നെ ആൾക്കൂട്ട ആക്രമണങ്ങൾ, എന്താ വഴിയിൽ റോട്ടിലൊക്കെ ഇട്ടിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് തല്ലുക, ഈ ടൈപ്പ് സാധനങ്ങൾ
2.19 സൗദി അറേബ്യയിൽ, 287.12 ഇവിടെ അമേരിക്കയിൽ. ഇനി മോഷണം 30.71 സൗദി അറേബ്യയിൽ, 3028.61 അമേരിക്കയിൽ. അതുപോലെ തന്നെ വാഹനമോഷണം 5.68 സൗദി അറേബ്യയിൽ, 454.60 എവിടെ അമേരിക്കയിൽ. ഇവിടെ വന്ന ഇഷ്ടം പോലെ കേട്ടോ, ഇഷ്ടം പോലെ നമുക്കിത് പറയാൻ പറ്റും, കൃത്യമായി പറയാൻ പറ്റും. അതെന്താ? ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കുന്ന, ഇസ്ലാമിന്റെ മെസ്സേജസ് ഉൾക്കൊള്ളുന്ന ഇടങ്ങളിൽ കൃത്യമായ ഒരു പരിരക്ഷ കിട്ടുന്നുണ്ട്. അപ്പൊ നിയമങ്ങൾ എന്ന് പറയുന്നത് തടവറയല്ല. ഇപ്പൊ കാറ് ചിന്തിക്കാണ്, ബ്രേക്ക് എനിക്കൊരു പ്രശ്നമാണ്, ഞാൻ അടിച്ചു പൊളിച്ചു പോകുമ്പോൾ ബ്രേക്കും അമർത്തിയിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് പറയാൻ പറ്റുമോ? ട്രാഫിക് നിയമങ്ങൾ, ആ ട്രാഫിക് ലൈറ്റുകൾ അതില്ലാതെ പറയാൻ പറ്റുമോ? നിയമങ്ങൾ ഉണ്ടാകും. ഹറാമും ഹലാലും വ്യക്തികളുടെ പരിരക്ഷയാണ്. ഒന്നുകൂടി ഞാൻ പറയാം, ഹറാമായ ഒരു കാര്യം, ഇസ്ലാം ഹറാമാക്കിയ ഒരു കാര്യം ലോകത്തിന് ഗുണകരമായിരുന്നു എന്ന് ഇന്നേ വരെ ഒരാൾക്കും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഒരു ഫുഡ്, ഇസ്ലാമിലാകെ ഹറാമാക്കിയ ഫുഡ് ഏതാ? വളരെ ലിമിറ്റഡ് ഉള്ളൂ. പന്നിയുടെ മാംസം. പന്നിന്റെ മാംസം പറ്റില്ല അറിയുമ്പോൾ തന്നെ കോഴിന്റെ പറ്റും, കാടന്റെ പറ്റും, ആടിന്റെ പറ്റും, പോത്തിന്റെ പറ്റും, ഒട്ടകത്തിന്റെ പറ്റും, ഒക്കെ പറ്റും. ആകെ പന്നിന്റെ മാംസം ഇവിടെ വേണ്ടാറിട്ടുള്ളൂ. അതേപോലെ പിന്നെ എന്താ പറയാ, നഖമുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള ചിലത് മാത്രമേ വിലക്കിയിട്ടുള്ളൂ. പന്നി മാംസം ലോകത്തുണ്ടാക്കണ ആരോഗ്യ പ്രശ്നങ്ങൾ എന്താന്ന് വെറുതെ ഗൂഗിൾ നോക്കി, അപ്പൊ നമ്മളെ സുജൂദിലൊരു സുഖം കിട്ടും. ഒരു വട്ടം പോലും ഞാനും നിങ്ങളും പന്നി മാംസം ചുണ്ടിൽ വെക്കാത്തതിന്റെ കാരണം ഇസ്ലാമിലെ ഹറാം ഹലാൽ നിയമങ്ങൾ തന്നെയാണ്. എന്നാലോ ഒരു വ്യക്തി മരിക്കാൻ നിൽക്കുകയാണ്, വേറൊരു ഭക്ഷണമല്ല, മതം ഒരുക്കണ തണല, പന്നി മാംസം എങ്കിൽ പന്നി മാംസം, വിശപ്പ് ജസ്റ്റ് ക്ലോസ് ചെയ്യാനുള്ളത് മാത്രം കഴിച്ചോ എന്ന് ഇസ്ലാം കൃത്യമായിട്ട് പറയും. മദ്യം, ഞാനും നിങ്ങളും മദ്യക്കോപ്പ തൊടാത്തത് എന്തുകൊണ്ടാ? മദ്യക്കോപ്പ തുടരുതെന്നല്ല, മദ്യം വിളമ്പിയ പാത്രത്തിൽ അത് കഴുകിയിട്ട് പോലും പിന്നെ കഴിക്കരുത് എന്നാണ്. നമ്മളെ വീട്ടില് പാലുണ്ടല്ലോ നിർത്തിയത് എങ്ങനെയാ നിങ്ങള്? പാലിന്റെ കുപ്പില്ലേ, അത് മദ്യത്തിന്റെ കുപ്പിയൊന്നുമല്ല. പക്ഷെ മോനും മോളൊക്കെ കൂടെ ഒരു ചർച്ച, ഇത് മറ്റു മദ്യത്തിന്റെ കുപ്പിമാരുണ്ടല്ലോ. മറ്റേ ഭാര്യ പറഞ്ഞു നമുക്ക് ഇനി പാല് വേണ്ടാറുണ്ട്, നമുക്ക് വാങ്ങാറുണ്ട്. മക്കളെ ഒന്ന് കൺവിൻസ് ചെയ്യലാണത്, ആ പാല് നമുക്ക് വേണ്ടാറുണ്ട്. അത് അങ്ങനെ അല്ല എന്ന് അവരോട് പറഞ്ഞിട്ടും നിങ്ങൾക്ക് അങ്ങനെ സംശയം തോന്നിപ്പിക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? ഇനി ഏത് ക്യാമ്പസിൽ പോയാലും എവിടെ പോയാലും ഈ രംഗം വരുമ്പോൾ എൻ്റെ കുട്ടി ഇത് ആലോചിക്കണം എന്നാണ് പാരന്റ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത്. മനസ്സിലായില്ലേ? പാരന്റ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചിന്തിക്കുന്ന ആംഗിൾ അതാണ്. ഇനി ഹാഷ്ടാഗുകളിൽ നമ്മൾ കാണുന്ന ചില സാധനങ്ങളുണ്ട്. ഹാഷ്ടാഗുകളിൽ നമ്മൾ കാണും, ഓരോന്ന് കാണും. ഈ ഹാഷ്ടാഗുകളൊക്കെ എന്ന് പറയുന്നത് മനുഷ്യനെ ഭയങ്കരമായിട്ട് പറ്റിക്കുന്ന ഒരു സാധനമാണ്. മനുഷ്യനെ അത്രയും പറ്റിക്കുന്ന ഒരു സാധനമാണെന്ത്? ഹാഷ്ടാഗുകൾ. ആ ഹാഷ്ടാഗുകൾ മനുഷ്യനെ എങ്ങനെയാണ് പറ്റിക്കുക? ഇപ്പം ഞാൻ പറയാം, ഒരു കാലത്ത് വന്നതാണ് നാം ഒന്ന് നമുക്കൊന്ന്, അല്ല നാം രണ്ട് നമുക്ക് രണ്ട്. അത് ഭയങ്കര സംഭവമായിട്ട് 2 കുട്ടികൾ ഉണ്ടാവുമ്പോഴുള്ള കുടുംബാസൂത്രണത്തിൻ്റെ അതും ഇതൊക്കെ പറഞ്ഞിട്ട് കുറേ മനുഷ്യന്മാരെ കൊണ്ട് എന്ത് ചെയ്തു? ഗർഭം നിർത്തിച്ചു. പിന്നെ ലോകം അത് സ്വീകരിച്ചു. ചില സ്ഥലത്ത് സൈനിക നടപടികളിലൂടെ, ചില സ്ഥലത്ത് വന്ധീകരണത്തിന്റെ ഇഞ്ചക്ഷൻ കൊടുത്തു. പ്രത്യേകിച്ച് കറുത്ത വർഗ്ഗക്കാർക്കൊക്കെ, കറുത്ത വർഗ്ഗക്കാർ ജനിക്കുന്നത് ലോകത്തിന് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ കൊടുത്തു. അങ്ങനെയൊക്കെ ഭയങ്കര 10,000 കോടിക്കണക്കിന് കുഞ്ഞുങ്ങളല്ലാതാക്കി. അത് വിജയാന്ന് കണ്ടപ്പോ, ആ ക്യാമ്പയിൻ വിജയാന്ന് കണ്ടപ്പോൾ അടുത്ത പറഞ്ഞു നാം രണ്ട് നമുക്ക് രണ്ട്, അല്ല നാം ഒന്ന് നമുക്കൊന്ന്. ഒരു കുട്ടിയിലേക്ക് ചുരുക്കി കുറെ ആൾക്കാർ. അടുത്ത ചോദ്യം എന്താ ചോദിച്ചേ? നാം ഒന്ന് നമുക്കെന്തിനാ വേറൊന്ന്? നമ്മൾ രണ്ടാളുണ്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചാ പോരെ. അടുത്തത് ചോദിച്ചു നമ്മൾ ഒന്നാകണോ? കല്യാണം വേണോ? നമ്മളെ ലിവിങ് ടുഗദർ ആയാ പോരെ. അടുത്ത ചോദിച്ചു എന്താ? ആണും പെണ്ണും, ആണിനും പെണ്ണിനും കാത്തിരിക്കണോ? ആണിന് ആണിനോടും പെണ്ണിന് പെണ്ണിനോടും ആയിക്കൂടെ? ഇതൊക്കെ ഓരോ സീസണുകളിൽ സ്റ്റാറ്റസായി, ഷോർട്സായി, റീൽസായി, സിനിമയായി, അങ്ങനെ പലതുമായി നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വരും. ഒരു സാധനം കുറേ കാണുമ്പോൾ കേൾക്കുമ്പോൾ മനസ്സ് അതിനോട് നോർമലൈസ് ആകും. നിങ്ങൾ 60 കണ്ടിട്ടില്ലേ? 30 സെക്കൻഡ് കൊണ്ട് സാധനത്തിനാണ് മറിച്ചിട്ട് അറുത്തിട്ട് പൊളിച്ചിട്ട് തരും. നമ്മളോ കോഴിക്കടയിലുള്ള ചങ്ങായി ഇങ്ങനെ കാട്ടണാണ്. നമ്മളൊരു കോയിനെ പറിച്ചണമെങ്കിൽ എന്തേക്കാരം സ്ഥിതി? പണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ വെള്ളത്തിൽ മുക്കിയിട്ട്. ഒരു 30 വയസ്സിന്റെ ഇങ്ങോട്ടുള്ളവർക്കൊന്നും മനസ്സിലാവില്ല, ബാക്കിയുള്ളമാരൊക്കെ ഇരുന്ന് ശരിക്കുന്നുണ്ട് അല്ലേ? എന്താ? ഒരു സാധനം ചെയ്ത് ശീലമാകുമ്പോൾ അതൊരു നോർമലാവും. ഇപ്പൊ ക്ലാസ്സിലെ 3-4 ആളുകൾ
എന്താ പെൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലാണെങ്കിൽ നമ്മുടെ കുട്ടി അങ്ങോട്ട് എത്തും. ഞാൻ പറയണത് ഈ ക്യാമ്പയിന് ലോകത്തിനുണ്ടാക്കിയ നഷ്ടം എന്താ? ഇന്ന് ലോകം റിവേഴ്സ് ഗിയറിൽ പോവുക. ചൈനയിലെ ഹോർഡിങ്സിന്റെ ഫോട്ടോസ് നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും. എന്താ, സ്കൂൾ കുട്ടികളോടടക്കം അവർ ഗർഭിണികളാവുകയാണെങ്കിൽ, കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് വലിയ ഓഫർ കൊടുക്കുക. ഇവിടുത്തെ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർക്ക് കിട്ടുന്ന അംഗീകാരമാണ്, ആനുകൂല്യമാണ്, കാറും ഫ്ലാറ്റും പൈസയാണ് അവിടെ കിട്ടുന്നത്. നമ്മളെ രാജ്യത്ത് കേരളം ഇന്ത്യയിലെ ഏറ്റവും വൃദ്ധന്മാരുള്ള സ്റ്റേറ്റാണ്. എന്താ കാര്യം? കേരളാണിത് ഭയങ്കര ഇഖ്ലാസിൽ നടപ്പിലാക്കിയത്. നമുക്ക് അങ്ങനെയുണ്ടല്ലോ, കേരള മോഡൽ എന്ന പേരിനോടുകൂടെ എന്ത് തോന്നിയാൽ നമ്മൾ നടപ്പിലാക്കും. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ ഹാഷ്ടാഗുകളും ക്യാമ്പയിനുകളും കാണുമ്പോൾ നമ്മളതിൽ വീട് പോകരുത്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളോട്. ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ള പല ട്രെൻഡിങ് സാധനം ഉണ്ടാവും. അത് മതം ഭയങ്കര തടസ്സാണ്, മതം വേണ്ട, മനുഷ്യത്വമാണ് വേണ്ടതെന്നൊക്കെ പറയുമ്പോൾ മതം ഇവിടെ അല്ലെങ്കിൽ അല്ലേ, മതനിരാശ എന്താ ചെയ്യാം? ഓൾഡ് ഏജ് ഹോമുകളും ആത്മഹത്യയാണ്, വേറെ പരിഹാരമൊന്നുമില്ല. കുഞ്ഞ് മരിച്ചു, 36 മരിക്കൽ മാത്രമേ പരിഹാരമുള്ളൂ. മറ്റേതോ കുഞ്ഞിനെ അങ്ങോട്ട് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഒക്കെയാണ് ചെയ്ത് കഫൻ ചെയ്ത് നിസ്കരിച്ചാൽ കൊടുത്തിട്ട് പറഞ്ഞു കൊണ്ടേഞ്ച കുട്ടിനെ. ഉമ്മത് കണ്ടിട്ട് മോളെ നീ ഒന്ന് കരയുടെ പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ QHLS ഒന്നും PCD ഒന്നും പഠിച്ചതാണ്. കുഞ്ഞു മരിച്ച ഉമ്മാക്ക് സ്വബറാക്കിയാൽ സ്വർഗത്തിലൊരു വീടുണ്ട് എന്നുള്ളത്. മതം കൊടുക്കുന്ന തണലാണത്. ആത്മഹത്യാ മുനമ്പിലേക്ക് പോകൂല. വീട്ടിലെ 11 അംഗങ്ങളും ഒരു ആക്സിഡന്റിൽ മരിച്ചു, 11 ജനാസ നിസ്കരിക്കുമ്പോ ഇവരെ സ്വർഗത്ത് നിന്ന് കാണാലോ എന്നുള്ള പ്രതീക്ഷ ഉണ്ടാകും. അതാണ് മതം കൊടുക്കുന്ന തണല്. അതല്ലാതെ മതം ഒരിക്കലും തടവറയല്ലെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ബാറക്കല്ലാഹു ഫീക്കും ജമിയൻ. സുഹൃത്തുക്കളെ, വ്യത്യസ്തങ്ങളായ പദ്ധതികളുമായി നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. വിശ്വ യൂത്തിന്റെ അണ്ടറിൽ വരുന്നതാണ് ട്രീറ്റ് പദ്ധതി, പട്ടിണി കിടക്കുന്ന വീടുകളിലേക്കുള്ള ഫുഡ് എന്നുള്ളത്. അത് ഈ റമദാൻ മാസത്തിൽ ഓരോ ശാഖയിൽ ഒരു 5 എണ്ണം വീതം നടപ്പിലാക്കണം എന്നാണ്. അത് പലപ്പോഴും പലരും ആളെ കാണൂല. ഒന്ന് ഇറങ്ങി തപ്പുമ്പോൾ പിന്നെ നമുക്ക് ഉറങ്ങാനും തോന്നൂല. നമ്മുടെ ഇടയിലും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ട് 5000, 6000, 7000 മരുന്നിന് മാസം കൊടുക്കേണ്ട ഒരാള്, നിത്യരോഗികളായ ഒന്നിലധികം ആളുകൾ വീട്ടിലുള്ള ഒരാള്. വീടൊക്കെ വലുതായിരിക്കും. അവരാണ് മിസ്കീൻ എന്ന് പറയുന്നത്. ഫല യഹ്ദു അലാ തആമിൽ മിസ്കീൻ എന്നാണ്. അവര് അഗതിയുടെ ഭക്ഷണത്തിന് വേണ്ടി പ്രേരണ കൊടുക്കുന്നില്ല എന്നുള്ള ഖുർആനിന്റെ പ്രയോഗം നമ്മുടെ ഉള്ളിലുണ്ടാകണം. പട്ടിണി കിടക്കുന്നവരുണ്ടായിട്ടും ഭക്ഷണം കൊടുക്കാത്തത് പടച്ചോൻ പറയാം, എനിക്ക് നിങ്ങൾ ഭക്ഷണം തരാത്തതിന് തുല്യാണെന്ന്. അങ്ങനത്തെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം.